ഹായ് ഡിയേഴ്സ്, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. എക്സാമിന് വേണ്ടി ഏകദേശം എല്ലാം നിങ്ങൾ പ്രിപ്പയർഡായി. പക്ഷേ പഠിക്കുന്തോറും നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ആയിരിക്കും. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ, അല്ലേ? വളരെ ഫാസ്റ്റായി നമുക്ക് ഇന്ന് ഈ ടെക്സ്റ്റിലെ എല്ലാ ലെസൺസിലെയും ഇമ്പോർട്ടൻ്റായ പോയിൻറ്റ്സ് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, 1 മണിക്കൂർ കൊണ്ടാണ് നമ്മളെല്ലാം കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ലെസൺ മുതൽ നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എങ്കിലും ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഈ ലെസണിൽ നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഉറപ്പായും 6 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ഈ 3 L's ഓഫ് എംപവർമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള മെയിൻ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. മെയിൻ പോയിൻറ്റ്സ് എല്ലാം പഠിക്കുക. മെയിൻ പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. കാരണം ചിലപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്കൊരു റൈറ്റപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യം അറിയാമായിരിക്കും. നിങ്ങൾക്ക് ഫുൾ ലെസൺ ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ പോയിൻറ്റ്സ് അറിയാലോ. 3 L's of empowerment. It's a speech written by Christian Lagarde. Which are the 3 L's? Learning, labor and leadership. അപ്പോൾ ഇതിൽ തന്നെ ഒരു പാസേജ് ചിലപ്പോൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ടെക്സ്റ്റ് കാണിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങൾക്കൊരു റിവിഷൻ നടത്താമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇതിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആൻസർ മിക്കവാറും ആ പാസേജിൽ തന്നെ ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ ചിലപ്പോൾ ഈ ലെസൺ റിലേറ്റഡ് ആയിരിക്കും. എങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. ചിലപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ 1 സെൻറ്റൻസ് മതിയാവും. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് കൂടെ, ഒരു 3 സെൻറ്റൻസ്. അതിനപ്പുറം ആരും എഴുതരുത് കേട്ടോ. അപ്പോൾ ഇതിലറിയാമല്ലോ 3 L's. ടെക്സ്റ്റ് നോക്കിക്കോളൂ. 3 L's. വിച്ച് ആർ ദ 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ 3 L's ഓഫ് എംപവർമെൻറ്റ് റിലേറ്റഡ് ആയി ചിലപ്പോൾ ജനറൽ എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിക്കാം വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു നല്ലൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അല്ലേ, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിക്കുക. അതിനുശേഷം ഓരോ L, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ഇതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, ഇതൊന്നും അറിയില്ല എന്ന് തോന്നും. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഡിമ്മായി പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ വീണ്ടും ആ ക്വസ്റ്റ്യൻ വായിക്കണം. ആ ക്വസ്റ്റ്യനെ നിങ്ങൾ പഠിച്ച ആൻസറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും അയ്യോ ഞാനിത് പഠിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിനെ നിങ്ങൾ പഠിച്ച ആൻസറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ വിമൻ എംപവർമെൻറ്റിനെ നമ്മൾ ഈ ലെസണുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതിയതിന് ശേഷം in the speech Christian Lagarde says about the 3 L's that helps the women that helps to empower the women. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഈ ലെസണിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ ആൻസറിലോട്ട് എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ പഠിച്ചത് തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. നിങ്ങൾ പഠിച്ചതനുസരിച്ച് ആ ക്വസ്റ്റ്യൻ ആൻസറിനെ നിങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇത് അറിയാം. പിന്നെ ലേണിങ്ങിനെ കുറിച്ച്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് അറിയാം അല്ല. ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ടെക്സ്റ്റ് കാണിച്ചേക്കുന്നതിന് തന്നെ കാരണം നിങ്ങൾക്കിതിൽ ആ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിയാമല്ലോ. ഞാൻ ഇടയ്ക്കൊരു ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന മോഡൽ എക്സാമിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലെസൺ റിലേറ്റഡ് ആയിട്ട് കോട്ട്സ് പഠിക്കുക അല്ലേ, കൊട്ടേഷൻ.
അപ്പോൾ അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്നലെ ഷെയർ ചെയ്ത് തന്നു. കോഡ്സ് ഫോർ A+, കോഡ്സ് ഫോർ A+. അപ്പോൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നവരെന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആൻസറിൽ കോഡ്സ് യൂസ് ചെയ്യണം കേട്ടോ. ആ കൊട്ടേഷൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയും വേണം. അപ്പോൾ ഈ ലെസൺ റിലേറ്റ് ചെയ്ത് ഞാനൊരു കൊട്ടേഷൻ ഇവിടെ എഴുതിയേക്കുന്നു. നോക്കിക്കോളൂ. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ that one can use to change the world, says നെൽസൺ മണ്ടേല. അതുപോലെ വേറെ 1-2 കൊട്ടേഷൻസ് കൂടെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. Let us pick up our books and pencils. They are our most powerful weapon, that says Malala Yousafzai. A woman is like a tea bag. You never know how strong she is until it gets in hot water. Eleanor Roosevelt. അതൊരു വിമനെ ഒരു ടീ ബാഗുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണ് അല്ലേ. ഒരു ടീ ബാഗ്, ദാറ്റ് മീൻസ് തേയിലപ്പൊടി നമ്മൾ വെറുതെ വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ, അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടോ, യു നെവർ നോ ഹൗ സ്ട്രോങ് ഷീ ഈസ് അൺടിൽ ഇറ്റ് ഗെറ്റ്സ് ഇൻ ഹോട്ട് വാട്ടർ. അത് ഹോട്ട് വാട്ടറിലേക്ക് വീഴുമ്പോഴാണ് നമുക്ക് ആ ടീ പൗഡറിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് അറിയാൻ സാധിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കോഡ്സ്, അപ്പോൾ എങ്ങനെയാണ് കോഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്പീച്ച് ആണെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ. ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, let me begin the speech by quoting the famous words of Eleanor Roosevelt. A woman is like a tea bag. You never know how strong she is until it gets in hot water. You know, this quote is very apt to this situation. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ, ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബശ്രീയുടെ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയോ സ്ത്രീകളുടെ ഏതെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രകീർത്തിക്കുന്നതിന് അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സ്പീച്ചിനും ക്ഷണിച്ചേക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ മാറ്റുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ലേണിങ്ങിൻ്റെ കാര്യം അറിയാം അല്ലേ. ഞാനിത് വായിക്കുന്നില്ല, നമുക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് അല്ലേ. എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ്, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ. ഈ സെയിം സെൻറ്റൻസ് തന്നെ നിങ്ങൾ പഠിച്ചേക്കുക, സെയിം സെൻറ്റൻസ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ലേണിംഗ് ഹെൽപ്സ് വിമൺ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. പിന്നെന്താ, ഇവിടെ ഒരു ആഡേജ് ഉണ്ട് അല്ലേ, African adage. If you educate a boy, you train a man. If you educate a girl, you train a village. ഈ ആഡേജ് നമുക്ക് വിമൻ എംപവർമെൻറ്റ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളത് കോട്ട് ചെയ്യണം. യു ഷുഡ് അണ്ടർലൈൻ ഇറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ എസ് എ ആർട്ടിക്കിൾ അല്ലെങ്കിൽ സ്പീച്ച് വരുമ്പോൾ ഓരോരോ പോയിന്റ്, ഓരോ പാരഗ്രാഫ് എങ്കിലും മിനിമം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ്, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ. ദർ ആർ 3 L's ദാറ്റ് ഹെൽപ്സ് ഓർ ദാറ്റ് എംപവേഴ്സ് വിമൺ. ദേ ആർ എന്ന് പറഞ്ഞു വേണം എഴുതാൻ. അപ്പോൾ ദ സെക്കൻഡ് തിങ് ദാറ്റ് എംപവേഴ്സ് വിമൺ ഈസ് ദ ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ അറിയാം, ജോലി അല്ലേ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. At present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. Then our most basic norm should be equal pay for equal work. We should eliminate the gender gaps in economic participation, and thus we can increase the per capita income. Then jobs promote or labor promotes more opportunity for women in the workplace. We should change the laws by ensuring the property and inheritance laws. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഞാൻ വിചാരിക്കുന്നു. അഥവാ ഇനിയും സമയമുണ്ട് കേട്ടോ, ഇനിയും നമുക്ക് കുറേശ്ശെ പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതിയാകും. ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ കണ്ടോ, the policies that encourage women and health. We should implement policies that encourage education and health care so that women can achieve greater economic independence.
The third L is leadership, that enables women to rise and fulfill their innate abilities and talents. Then the leadership make or helps the women to make decisions based on consensus building, including and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence. But they need to change that mindset and reset the narrative in their favor. Women should be ready to dare the difference, to take risks and step outside their comfort zones. കണ്ടോ? Then last ഈ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The three L's will help us to get there. If we dare the difference will deliver. കണ്ടോ? അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് എഴുതുന്നതിന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ മറ്റൊരു കോട്ട് ഇവിടെ ഞാൻ നിങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. One pen, one book and one teacher can change the world. The words of Malala Yousafzai. ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. പ്രൊഫൈൽ എഴുതാൻ ആരെക്കുറിച്ച് വേണമെങ്കിലും ചോദിക്കാം. പ്രൊഫൈൽ എഴുതാൻ കുറച്ച് ഹിൻസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ പ്രൊഫൈൽ ചോദിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അവരുടെ പേര് ടൈറ്റിലായി കൊടുക്കുക. അവരെക്കുറിച്ച് നല്ലൊരു പോയിൻറ്റ്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നല്ലൊരു പോയിൻറ്റ്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഇതിൽ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ടു എംപവർ വിമൻ, അങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്സിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ്, ലേബർ, ലേണിംഗ്, ലീഡർഷിപ്പ്, ഈ 3 പോയിൻറ്റ്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെസൻ്റെ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടിയല്ലോ. 3 L's നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറലായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതിലെ പോയിൻറ്റ്സ് തന്നെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോം, എനി വുമൺ റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. അപ്പോൾ അതിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. ദ ഇമ്പോർട്ടൻസ് ഓഫ് എനി വുമൺ ഇൻ എ ഫാമിലി. എനി വുമൺ മീൻസ് ദാറ്റ് മേ ബി എ മദർ, a daughter, a sister, a grandmother, okay, any woman, the importance of any woman in a family. Okay, the poem tells us about the cares and worries and burdens that mothers bear everywhere to hold the family together, and that is the power of woman is described here. പിന്നെ നമുക്കിതിൽ ഉപയോഗിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ ഉണ്ട്. എ മദർ ഈസ് നോട്ട് ഓൺലി ദ ഫൗണ്ടേഷൻ ഓഫ് എ ഹൗസ്, ബട്ട് ഷീ ഈസ് ദ വിറ്റ ലക്സ് എറ്റ് ആമർ. ദറ്റ് ഈസ് എ ലാറ്റിൻ വേർഡ്. വിറ്റ ലക്സ് എറ്റ് ആമർ മീൻസ് ദ ലൈഫ്, ലൈറ്റ് ആൻഡ് ലവ് ദാറ്റ് ഫിൽസ് എ ഹൗസ്. ഓക്കെ, അപ്പോൾ എനി വുമൺ പോയം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ഇതിൽ പറയുന്നത് which is the main figure of speech in this poem? Metaphor. അല്ലേ? മെറ്റഫോറിന് എക്സാമ്പിൾ I am the pillars of the house, I am the fire, I am the light, I am the heat. അല്ലേ? അപ്പോൾ അതെല്ലാം മെറ്റഫറാണ്. അപ്പോൾ ഇതിൽ കുറേ കമ്പാരിസൺ ഉണ്ട് മദറിനെ കമ്പയർ ചെയ്യുന്നത് അല്ല. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. അമ്മ ഇവിടുത്തെ ഹൗസിൻ്റെ ഒരു വീട്ടിലെ തൂണുകൾക്ക് അതുപോലെ ആണ്, അത് തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ടേക്ക് മീ എവേ ആൻഡ് ദ റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ആ ഒരു വാൾ അല്ലെങ്കിൽ ആ പില്ലേഴ്സിനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ ആ ഹൗസ് എല്ലാം തകർന്നു പോകും. That means mother is the important person in a family. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth. Which else were colder than a stone. അപ്പോൾ ഇതിൽ ഏതെങ്കിലും
4 ലൈൻസ് നമുക്ക് ഈ പോയമിലെ ഏതെങ്കിലും 4 ലൈൻസ് തന്നിട്ട് അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ്, പിന്നെ അതിൽ നിന്നും അതിൻ്റെ എലോബറേറ്റ് ഐഡിയ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ പോയം ബേസ് ചെയ്ത് നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നത്. ഒന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ, കമ്പാരിസനാണ്. ഒരു അൺനോൺ പോയം തരും, അതിനെ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാനായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, 1 മാർക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഓടിച്ച് നിങ്ങൾക്ക് ഈ ഫുൾ ലെസൺസും പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം കേട്ടോ. നാളത്തെ എക്സാമിന് വളരെ ഈസി ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ നിങ്ങളെ വിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വരാവുന്നതാണ്. At me the children warm their hands, I am the light of love, alive. Without me cold the hearthstone stands, nor could the precious children thrive. അപ്പോൾ ഇവിടെയും പറയുന്നത് വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. വിത്തൗട്ട് ദ മദർ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ് കോൾഡ്. ആ അടുപ്പിലെ കല്ല് അമ്മ ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ തീ ഇല്ല എങ്കിൽ അടുപ്പിലെ കല്ലിന് ചൂടില്ല എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിൽ അമ്മ ഇല്ല എങ്കിൽ അവിടെ ഒന്നുമില്ല എന്നാണ്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ദ വാല്യുവബിൾ ചിൽഡ്രൻ, ദ കുഡ് നോട്ട് ത്രൈവ്. ത്രൈവ് മീൻസ് ഫ്ലറിഷ്. Here the poet says about the importance of children. They are precious. I am the twist that holds together the children in its sacred ring. Their knot of love from whose close thither no lost child goes a wandering. I am the twist. The mother is the twist or the thread that holds together the children in a sacred ring. With the knot of love, the love of the mother, the child could not go as a wandering child. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയായിട്ട് അമ്മയുടെ സ്നേഹം കൊണ്ട് കുട്ടിക്ക് പോകാൻ പറ്റില്ല. The divine circle, sacred ring means the divine circle which binds the children within the protective power of the mother. Okay, tether means a rope. അപ്പോൾ ഇവിടെ ചില ലൈൻസൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. ചില വേർഡ്സ് I am കണ്ടോ. റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഓർ ഫ്രേസ് ഇൻ സക്സസീവ് ലൈൻസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ലൈനുകളിൽ ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന വേർഡാണ് അനഫോറ. ANAPHORA, അനഫോറ. അപ്പോൾ അനഫോറ ഇത് ഒരു പോയറ്റിക് ഡിവൈസാണ് കേട്ടോ. ANAPHORA, അനഫോറ. അപ്പോൾ ഈ 4 ലൈൻസ് തന്നെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് ഈസ് ദ പോയറ്റിക് ഡിവൈസ് ഹിയർ. അപ്പോൾ ഇതിൽ ഐ ആം ദ ഫയർ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ മെറ്റഫോറും വരാം, വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് അനഫോറ വരാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലൈൻസ് ഓക്കെ. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. I deck the walls, the board I spread, I spin the curtains, warp and woof, and shake the dawn to be their bed. അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്. ആൻഡ് ഷേക്ക് ദ ഡോൺ ടു ബി ദെയർ ബെഡ്. അവിടെ മദർ ബേർഡാണ് കേട്ടോ റെഫർ ചെയ്യുന്നത്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഞാൻ ഒരു വീടിൻ്റെ ഫ്രം ഫ്ലോർ ടു റൂഫ് അല്ലേ, ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ അമ്മയുടെ പ്രസൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി. ഐ ഡക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. അവിടെയൊക്കെ പറയുന്നത് അമ്മയുടെ ആ ഒരു ഡ്യൂട്ടീസാണ്, ഡ്യൂട്ടീസ് ഓഫ് എ മദർ. ഐ സ്പിൻ ദ കർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ്. വാപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് ദാറ്റ്സ് എൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ.
That is the threads that run lengthwise and crosswise in a woven fabric. അല്ലേ എന്ന് പറഞ്ഞാൽ അത് ഒരു തുണി നല്ലവണ്ണം, ഒരു ഫാബ്രിക് നല്ലവണ്ണം അത് തുന്നിയെടുക്കണമെങ്കിൽ അതിൻ്റെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു അമ്മയുടെ പ്രസൻസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ദ റോൾ ഓഫ് എ മദർ ഇൻ എ ഫാമിലി, അല്ലെങ്കിൽ ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ, അല്ല അതിൻ്റെ ഒരു എസ്സേ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ദ റോൾ ഓഫ് എ മദർ ഇൻ എ ഫാമിലി, ഒരു അമ്മയുടെ റോൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതുമ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാം കേട്ടോ. ഐ ആം ദേവ്. നെക്സ്റ്റ് ലാസ്റ്റ് ലൈൻ, next last stanza. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. അത് സാധാരണ ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് പറയുന്നത് ഇവിടെ I am their wall against all danger. That means the mother protects the children from all dangers. The door against the wind and snow. Wind and snow represents the external destructions or something that affects the children. The mother stands as a door against wind and snow. Thou whom a woman laid in a manger. What is referred here as the woman? The woman here referred to the mother of Jesus Christ. The sacrificing mentality of a mother is referred here. The mother, Virgin Mary, that is the mother of Jesus Christ, she laid the child in a manger. Manger എന്ന് പറഞ്ഞാൽ പശുത്തൊട്ടി അല്ലേ. ആ പശുത്തൊട്ടിയിൽ കിടത്തി ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. Take me not till the children grow. The poem ends with a prayer. The mother prays God, please don't, or please not take me till my children grow. അല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ ദൈവമേ എന്നെ എടുക്കരുത് എന്നുള്ളൊരു പ്രയറോടുകൂടെയാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ മെയിൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എല്ലാം മെറ്റഫോറാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞില്ല. ഇതിൽ ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് വുമൺ, ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് ദ ഫാമിലി അല്ലേ. ദറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി. ദെൻ അതിൽ ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നേക്കുന്നത് കേട്ടോ. Shall we move on to the next lesson? Matchbox, written by Asha Purna Debbie. അപ്പോൾ ഈ മാച്ച് ബോക്സ് റിലേറ്റ് ചെയ്ത് റൈറ്റപ്പ് വരാം, ബ്ലോഗ് വരാം, പിന്നെ ക്യാരക്ടർ സ്കെച്ച് വരാം കേട്ടോ. ഇതിലും നമുക്ക് ഇതിൽ പറയുന്ന ഈ ആദ്യം പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് നോക്കിയാലും നല്ലതാണ്. There are two ways of spreading light: to be the candle or the mirror that reflects. കാണാവോ അത്? നോക്കിക്കോളൂ, ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ ഇതിൽ why women are compared to match boxes, അങ്ങനെ ഒരു റൈറ്റപ്പോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ ഈ ആദ്യത്തെ പാരഗ്രാഫിലുണ്ട് കുറേ പോയിൻറ്റ്സ്. ഇവിടെയും കുറേ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചൊക്കെയാണ് ഈ ലെസണിൽ നിന്ന് വരാനുള്ള ചാൻസ്. ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, റിവ്യൂ ചോദിക്കാം. റിവ്യൂ എല്ലാ സ്റ്റോറീസ് റിലേറ്റ് ചെയ്തും റിവ്യൂ എഴുതാൻ ചോദിക്കാം. റിവ്യൂ എന്ന് പറഞ്ഞാൽ സമ്മറി ആയിട്ടല്ല,
നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള ഐഡിയാസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ റിവ്യൂ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ റിവ്യൂ ചോദിക്കാം. പിന്നെ പാനൽ ഡിസ്കഷൻ ഇതിൽ വരുന്നുണ്ട്. പാനൽ ഡിസ്കഷൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പാനൽ ഡിസ്കഷന് വേണ്ടിയിട്ട് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ്. ആ ടോപ്പിക്കിനെ കുറിച്ച് ആ ടോപ്പിക്കിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാവോ അതൊക്കെ എഴുതിയാൽ മതി. പാനൽ ഡിസ്കഷനുള്ള പേപ്പർ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് Indian women finding a space in the socio-cultural milieu. Milieu means environment. That means the space or the importance of women in Indian society എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ചോദിക്കാം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. ഒരു പാനലിസ്റ്റിനെ, അതായത് പാനൽ ഡിസ്കഷന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ അവരെ വെൽക്കം ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മളവരെ വെൽക്കം ചെയ്യുകയും വേണം, അവരെ ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വേണം കേട്ടോ. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൻ്റെ സെയിം ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Another important question related with this lesson is blurb writing. അല്ലേ, ബ്ലേബ് റൈറ്റിങ്ങിന് ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു വീഡിയോ തന്നായിരുന്നു. അപ്പോൾ ബ്ലേബ് റൈറ്റിംഗ് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ബാക്ക് കവറിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ചോദിക്കുന്നതാണ് ബ്ലേബ് റൈറ്റിംഗ്. അപ്പോൾ ഇതിനൊരു സാമ്പിൾ ബ്ലേബ് റൈറ്റിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലേബ് റൈറ്റിംഗ് എങ്ങനെ എഴുതും, അതിന് കോമൺ പോയിൻറ്റ്സ് ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്ലേബ് റൈറ്റിംഗ് ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഏതിനെക്കുറിച്ചാണോ ബ്ലേബ് റൈറ്റിംഗ് ചോദിക്കുന്നത് ആ ഒരു കാര്യം, ആ ബുക്കിൻ്റെ പേര് ടൈറ്റിലായി കൊടുക്കുക, ഓഥർ അടുത്ത് എഴുതുക. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ 1-2 പാരഗ്രാഫായിട്ട് എഴുതുക. പിന്നെ അതർ ബുക്സ് കണ്ടോ, ആ റൈറ്ററിൻ്റെ, ആ ഓഥറിൻ്റെ അതർ ബുക്സ് അറിയാമെങ്കിൽ അതെഴുതാം. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആൻസർ കാണുമ്പോൾ തന്നെ അതൊരു ബ്ലേബ് റൈറ്റിംഗ് ആണെന്ന് നമുക്ക് തോന്നണം. എല്ലാം ഒറ്റ പാരഗ്രാഫ് അങ്ങനെ എഴുതാതെ ഒന്ന് നീറ്റായിട്ട് ടൈറ്റിൽ ഈ ഒരു നീറ്റ്നെസ് വേണം. ബ്ലേബ് എഴുതി കഴിഞ്ഞിട്ട് അതിനൊരു ബോക്സിനകത്ത് വരച്ചിട്ടാലും ഭംഗിയായിരിക്കും. അത് ഹിൻസ്, ഇവിടെ കുറേ ഹിൻസ് തന്നിട്ടാണ് ഒരു ബ്ലേബ് റൈറ്റിംഗ് ചോദിച്ചേക്കുന്നത്. ചിലപ്പോൾ ഹിൻസ് ഒന്നും ഇല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, എ ബ്ലേബ് ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ സെൻറ്റൻസ് മതി, വളരെ ഷോർട്ടായിരിക്കുക. ബ്ലേബ് റൈറ്റിംഗ് ഇപ്പോൾ 6 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ പോലും വളരെ ഷോർട്ടായിട്ട് ഒരു ഹാഫ് പേജൊക്കെ മതിയാകും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹൊർഗലു ഇറ്റ്സ് ആൻ അനക്ഡോട്ട് ഓഫ് സുധാമൂർത്തിയുടെ ഒരു സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവമാണ് പറയുന്നത്. 2 അനുഭവം പറയുന്നുണ്ട്. ഒന്ന്, വെൻ ഷീ വാസ് എ ചൈൽഡ്, വെൻ ഷീ യൂസ്ഡ് ഹെർ ടൈം വിത്ത് ഹെർ ഗ്രാൻഡ് ഫാദർ. അല്ലേ, ഒരു ഹൊർഗലുവിൻ്റെ ചുവട്ടിൽ, ഹൊർഗലു മീൻസ് ഇതാണ് അല്ലേ, ഒരു ബനിയൻ ട്രീയുടെ ചുവട്ടിൽ ഗ്രാൻഡ് ഫാദറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത സമയത്തുള്ള ചില അനുഭവം. ദെൻ ദ അതർ വൺ, വെൻ ഷീ വാസ് വർക്കിംഗ് ഇൻ എ ഓഫീസ്, ഷീ റിമൈൻഡ്സ് ദ ലൈഫ് ഓഫ് രത്ന. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഹൊർഗലു സുനിതാസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടും. അതിൽ ഞാൻ ദ ട്രെമൻഡസ് സോഷ്യൽ വർക്ക് ഡൺ ബൈ സുധാമൂർത്തി the tremendous social work done by grandfather and Ratna, അല്ലെങ്കിൽ grandfather and Ratna as human Hörgelus, അല്ലെങ്കിൽ രത്ന ആസ് എ കൗൺസിലർ, അങ്ങനെയൊക്കെ റൈറ്റപ്പ് ചോദിക്കുക. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ
ഏതിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് എഴുതുന്നതാണ് റൈറ്റപ്പ്. അത് ഒരു പാരഗ്രാഫോ ഇപ്പോൾ 6 മാർക്സിൻ്റെ റൈറ്റപ്പ് ആണെങ്കിൽ 2-3 പാരഗ്രാഫായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഹൊർഗലു റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ലിസൺ മോർ then you talk less. Listen more and talk less. Every good conversation starts with good listening. Every good conversation starts with good listening. ഇവിടെ കുറച്ച് ഹൊർഗലുവിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. ഹൊർഗലു ഈസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ബെയർ വെയിറ്റ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹോറിസോണ്ടലി ഓവർ 2 vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട് അല്ലേ. ഗ്രാൻഡ് ഫാദർ സുധാമൂർത്തിയോട് പറയുന്നതാണ് കണ്ടോ. ചൈൽഡ്, ഹൊർഗലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. വൈ? എല്ലാ യാത്രയിലും ഒരു ഹൊർഗലു വേണം. എന്തുകൊണ്ട്? ബിക്കോസ് വി ഓൾ ക്യാരി അവർ ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. ബട്ട് every once in a while we need to stop, put down that burden and rest. Only then can we be refreshed enough to pick up the Lord once more. The Horgelu gives everyone that opportunity to do so. It helps people regain their strength. കണ്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് രത്നയാണ്. കണ്ടോ ഇവിടെ ഉണ്ട്. രത്ന ഈസ് വൺ ഓഫ് ദ കൊളീഗ്സ് ഓഫ് സുധാമൂർത്തി. ഷി വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ-ഏജ്ഡ്, always smiling. She had done her graduation and she had been working in the company for nearly 25 years. And she has a repetitive, mundane work with an infectious cheerfulness. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ആ വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ഇതിൽ കുറച്ച് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണറൊക്കെയാണ്. സുധാമൂർത്തി പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാം. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. ദെൻ ഇതിൽ തന്നെ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ, അത് ദീദി ലെസണിലാണ് വരുന്നതെങ്കിലും 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്രാവശ്യം 8 മാർക്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മുടെ ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്ത് ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാം. ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ഫോർ ദ പോസ്റ്റ് ഓഫ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾസ് അല്ലേ, അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇർഫാൻ അലമിൻ്റെ ലെസൺ റിലേറ്റ് ചെയ്ത് വരാം, എ 3-വീൽഡ് റെവല്യൂഷൻ. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ്റെ മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. ആപ്ലിക്കേഷൻ എഴുതുന്നതിന് 4 മാർക്സ്, റെസ്യൂമേ, ബയോഡേറ്റ അല്ലെങ്കിൽ കരിക്കുലം വീറ്റ് എഴുതുന്നതിന് 4 മാർക്സാണ്. അങ്ങനെയാണ് ടോട്ടൽ 8 മാർക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ സുനിതാസ് എന്ന് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. ആ ഒരു ഫോമാറ്റ് പഠിച്ചിട്ട് പോവുക. +1-നും അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നറേഷൻ വരാം. നറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുധാമൂർത്തിയുടെ ഒരു അനുഭവം ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ രത്നയുടെ ഒരു എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യൽ അതെങ്ങനെ. അപ്പോൾ അത് നറേഷൻ നമുക്ക് ഏതിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നറേഷൻ. അതിലൊരു സാമ്പിളുണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് നറേഷൻ സുനിതാസ് എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും, അത് നോക്കാം. ഇതിലൊരു ചെറിയൊരു ഗ്രാമർ വരുന്നുണ്ട്. ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പോൾ അത് ഇപ്പോൾ ഹൂം, ഹൂസ്, വിച്ച്, വെൻ, വെയർ, അങ്ങനെ ഒരു ഗ്രാമർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ഈസിയാണ് കേട്ടോ.
ഇതിലിപ്പോൾ എന്താ ടെലഗ്രാം ലിങ്ക് ചോദിക്കുന്നുണ്ട്. ഞാനത് ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് തരാം. ഇപ്പോൾ ഇത് പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് അത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് എന്നായിരിക്കും വരുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ദ മാൻ ഡാഷ് ലിവിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഈസ് മൈ അങ്കിൾ. അപ്പോൾ അവിടെ ഏത് വരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. റിലേറ്റീവ് പ്രോണൗൺ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹൂ, ഹൂം, വിച്ച്, വെൻ, വെയർ. അപ്പോൾ ഒരു പേഴ്സൺ ആയതുകൊണ്ട് ദ മാൻ ഹൂ ഈസ് റിസൈഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഓർ നിയർ ദ ബസ് സ്റ്റോപ്പ്, ഹൂ ഈസ് റിസൈഡിങ് നിയർ ദ ബസ് സ്റ്റോപ്പ് ഈസ് മൈ അങ്കിൾ. അപ്പോൾ അവിടെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഹൂ, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണെങ്കിൽ വെയർ, ഒരു സാധനമാണെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ വിച്ച്. അപ്പോൾ അത് സിമ്പിളായിരിക്കും, ഒന്ന് ഓർമ്മിച്ചേക്കുക. ഇതിൽ നിന്നും ചോദിക്കാവുന്ന ടൈപ്പ് ഈ അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ഒക്കെ പറഞ്ഞാലും അത് ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ. അത് ഫില്ലപ്പ് ചെയ്യാനായിരിക്കും. അതിലെ ഹൂ ഉണ്ടോ, ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, അതേതെങ്കിലും വേർഡ് വെച്ച് യൂസ് ചെയ്യാനായിരിക്കും വരുന്നത്. 1 മാർക്കിന് ചിലപ്പോൾ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഒന്ന് ചോദിക്കാം. പിന്നെ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഫിലിമിൻ്റെ റിവ്യൂ എഴുതാൻ ചോദിക്കാറുണ്ടോ, ഇടയ്ക്കെങ്ങാനും ശരിക്കും ഓർമ്മിക്കുന്നില്ല. എനിവേ ചിലപ്പോൾ വരാം, അത് വിട്ടേക്കാം. ദെൻ മെൻഡിങ് വാൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഫോക്കസ് ഏരിയ പോയമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രൂസ്റ്റ്. അപ്പോൾ മെൻഡിങ് വാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സംടൈംസ് ഇറ്റ് മേ ബി ഫോർ 8 marks അപ്രീസിയേഷൻ കമ്പാരിസൺ, അല്ലെങ്കിൽ 4 lines തന്നിട്ട് അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഇറ്റ്സ് എ ഡ്രമാറ്റിക് നറേറ്റീവ് പോം. ഇതിനെ റിലേറ്റ് ചെയ്തൊരു ചൈനീസ് പ്രോവർബ് ഉണ്ട്, എ ഗുഡ് നെയ്ബർ ഈസ് എ പ്രൈസ്ലെസ് ട്രഷർ. ഇതിൽ ഞാനൊന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഓടിച്ച് വായിക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ. സംതിങ് there is that doesn't love a wall, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the elping dogs. The gaps I mean, no one has seen them made or heard them made, but at the spring mending time we find them there. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് ടൈം, ഡ്യൂറിങ് ദ സ്പ്രിംഗ് ടൈം the poet Robert Frost and his neighbor, they come near to build or to repair the wall. Mending wall. Mending means repairing the wall. In this poem, the poet conveys the attitude of two different people. രണ്ടുപേരുടെ ഡിഫറൻ്റ് ആയ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പറയുന്നത്. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. No. ഇവിടെ the wall stands, രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നത്, യുണൈറ്റ് ചെയ്യുന്നതിനും ഈ വാൾ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നു അല്ലേ. The wall unites them and it separates them as well അല്ലേ. രണ്ടുപേരെ ഈ ഒരു വാൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ ഡ്യൂറിങ് സ്പ്രിംഗ് സീസൺ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ രണ്ടുപേരെ യുണൈറ്റ് ചെയ്യിക്കുന്നു. To each the boulders that have fallen to each. ഇനിയുള്ള ഈ ലൈൻസ് 4 lines ഒക്കെ വന്നിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Some are loose and some so nearly balls, we have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers
rough with handling them. കണ്ടോ ഈ ലൈൻസ് some are lows and some so nearly balls. Here the poet says about the shape of the balls. Some are lows, ചിലത് അപ്പത്തിൻ്റെ ഷേപ്പാണ്, ചിലത് ബോളിൻ്റെ ഷേപ്പാണ്. So can you say which is the figure of speech? Metaphor. We have to use a spell. നമുക്ക് ഈ കല്ല് അവിടെ വയ്ക്കുന്നതിന് വേണ്ടി we have to use a spell. ഒരു മാജിക്ക് തന്നെ അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. മാജിക്ക് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സാജറേഷനാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഹൈപ്പർബെലി, HYPERBOLE, എക്സാജറേഷൻ, ഹൈപ്പർബെലി. സ്റ്റേ വെയർ യു ആർ, നീ അവിടെ നിൽക്ക് അല്ലേ. സ്റ്റേ വെയർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്, അവിടെ നിൽക്ക് എന്ന് പോയറ്റ് ആ കല്ലിനോടാണ് പറയുന്നത്. അപ്പോൾ കല്ല് ഒരു പേഴ്സൺ അല്ല, പക്ഷെ ആ ഇനാനിമേറ്റായ കല്ലിനോട് പേഴ്സണെ പോലെ പറയുന്നതുകൊണ്ട് ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. അപ്പോൾ ഈ 4 ലൈൻസിനകത്ത് ഒത്തിരി പോയറ്റിക് ഡിവൈസസ് ഉണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് ഓർമ്മിക്കുക. പിന്നെ ഈ വോൾ ദാറ്റ് സ്റ്റാൻഡ്സ് ആസ് എ സിമ്പിൾ, ഈ വോൾ എന്ന് പറയുന്നത് അതൊരു സിംബോളിക്കായിട്ട് നിൽക്കുകയാണ്. മെൻറ്റിങ് വോളിൽ ഈ വോൾ അല്ലേ, അങ്ങനെയാണ്. ഓക്കെ, ബൈ മെൻറ്റിങ് വോൾ we are mending all the divisions and relationships between the people, thus building a universal brotherhood. Wall is a human boundary. It is ironic. അതൊരു ഐറോണിക്കാണ്. ഐറോണിക് മീൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. വാളിൻ്റെ ബെനിഫിറ്റ്സും വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീമെരിറ്റ്സും വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഐറോണിക് ബിക്കോസ് ഈവൻ ദോ ഇറ്റ് സെപ്പറേറ്റ്സ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ, ഇറ്റ് ഓൾസോ ബ്രിങ്സ് ദം ടുഗദർ എവറി ഇയർ. Wall is a symbolic separation. A symbolic barrier exists between people, groups, nations based on discrimination of race, caste, creed, gender and religion. കണ്ടോ, അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലൂടെയും ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ബാരിയർ, അതിനെയാണ് നമ്മളിവിടെ വോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കൊരു വോൾ പറയുന്നെങ്കിലും ഹിയർ ദ വോൾ സ്റ്റാൻഡ്സ് ആസ് എ സിമ്പിൾ. അതൊരു സിംബോളിക് റിപ്രസെൻറ്റേഷനാണ് കേട്ടോ. അത് ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു സിമ്പിളാണ്. ഏതൊക്കെയാണ്? എ സിംബോളിക് ബാരിയർ എക്സിസ്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ, ഗ്രൂപ്പ്സ്, നേഷൻസ് ബേസ്ഡ് ഓൺ ഡിസ്ക്രിമിനേഷൻ ഓഫ് റേസ്, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ ആൻഡ് റിലീജിയൻ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ്. ഇവിടെ ഒരു ഈ വാൾ ബിൽഡിംഗ് ഒരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് പോയിട്ട് പറയുന്നത്. വൺ ഓൺ എ സൈഡ്, ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ there where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines, I tell him. He only says, good fences make good neighbors. ഇവിടെ the necessity of wall. The wall is unnecessary between their property because both of them have different kinds of plants. The poet, he is all pine. Pine means pine trees. At the same time, his friend or his neighbor has apple orchard. Orchard means padathotam. The poet doesn't like to have a wall between them, but his neighbor is adamant or stubborn. അയാളുടെ ഫ്രണ്ട് ഇസ് അഡമൻറ്റ് ഓർ stubborn, ഭയങ്കര സ്ട്രോങ് ആണ്, of having a strong decision. And he says, good fences make good neighbors. അപ്പോൾ അത് എലോബറേറ്റ് ഐഡിയയ്ക്ക് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതിൻ്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് ലൈൻ നിങ്ങൾക്ക് എലോബറേറ്റ് ഐഡിയ ചോദിച്ചാലും
ആദ്യം നമുക്ക് പറയാം, the given beautiful lines are taken from the poem. ഇതാണെങ്കിൽ taken from the poem Mending Wall, written by Robert Frost. In these lines, the poet says about എന്ന് നമുക്ക് ആ പോയറ്റിൻ്റെ ആ ലൈൻസിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയാം കേട്ടോ. Then spring is the mischief in me. Why? The poet says spring is the mischief in their life because during the springtime they have to come together to repair the wall. ബാക്കി ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ walling in and walling out. walling in and walling out. ഇവിടെ പോയിട്ട് പറയുന്നത് walling in and walling out എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാൾ ബിൽഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വാളിനകത്താകും, കുറേ കാര്യങ്ങൾ വാളിന് പുറത്താകും അല്ലേ. അപ്പോൾ അതിനെയാണ് അവിടെ പറയുന്നത് walling in and walling out. പിന്നെ ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് alliteration. alliteration എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ്. കണ്ടോ, ഒരു ലൈനിൽ ഒരേ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ദാറ്റ് ഈസ് ദ alliteration. ഓക്കെ, അപ്പോൾ ഇവിടെ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് alliteration. എന്നാൽ ഇവിടെ ഒരു വവൽ സൗണ്ടാണ്. വവൽസ് അറിയാമല്ലോ, എ ഇ ഐ ഒ യു. അതിലേതെങ്കിലും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ അതേ സൗണ്ടിൽ വരുന്ന വേർഡ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി അസോണൻസ്. ASSONANCE അസോണൻസ്. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത് നോക്കിയേ, സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ, എഗെയിൻ റിപ്പീറ്റിംഗ്. ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ലൈൻ. ഈ പോയം തുടങ്ങിയത് ഈ ലൈനിലാണ്, ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോയമിൽ ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിന് നമ്മൾ പറയുന്ന വേർഡാണ് റിഫ്രൈൻ. REFRAIN, റിഫ്രൈൻ. റിഫ്രൈൻ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് ലൈൻസ്. പിന്നെ ഇവിടെ അടുത്ത് വരുന്നത് സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. എന്തോ ഒരു കാര്യം, ദാറ്റ് ഡസൻ ലവ് എ വാൾ അല്ലേ, എന്തോ ഒന്ന്. അതൊരു പേഴ്സണെ പോലെ പറയുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ ഒന്നും പറയാം. ദെൻ ഇവിടെ ഒരു ലൈൻ കണ്ടോ, ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ഇവിടെ ലൈക്ക് വരുന്നതുകൊണ്ട് ഈസിയാണ്. ലൈക്ക് വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി കേട്ടോ. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ഹിയർ ദ പോയറ്റ് കമ്പയർസ് ഹിസ് നെയ്ബർ വിത്ത് എ സ്റ്റോൺ സാവേജ് ആംഡ് മാൻ. പഴയ ഒരു കൾച്ചർ ഇല്ലാത്ത ആളിനെ പോലെ അയാളോട് കമ്പയർ ചെയ്യാണ്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് ഈസ് എ സിമ്പിൾ ഓഫ് ഈവിൾ ആൻഡ് ഇഗ്നോറൻസ്. അറിവില്ലായ്മയുടെ ഒരു സിമ്പിളാണ് ഡാർക്ക്നെസ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് ഹിസ് നെയ്ബർ ഈസ് എ ട്രഡീഷണൽ പേഴ്സൺ. ട്രഡീഷനാണ് കേട്ടോ അയാൾ. ഹി ബിലീവ്സ് ഇൻ ഹിസ് ഫാദേഴ്സ് സേയിങ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഫോർ അപ്രീസിയേഷൻ കമ്പാരിസന് വന്നാലും നമുക്ക് പഠിച്ച പോയമിനെ കുറിച്ച് എഴുതുന്നതിന് 4 മാർക്സാണ് കേട്ടോ. 4 മാർക്സാണ്. തന്നേക്കുന്ന പോയമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ എഴുതണം. നെക്സ്റ്റ് ലെസൺ, Amigo Brothers. Okay, you know, it's a story of 2 friends, Antonio Cruz and Felix Vargas. കണ്ടോ, ടെക്സ്റ്റ് തന്നെ നോക്കിക്കോളൂ. അവരെ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ചാണ് ഫസ്റ്റ് 2 പാരഗ്രാഫ്സിലുള്ളത്. അത് കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. Antonio Cruz and Felix Vargas were both 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing up on the lower east side of Manhattan in the same building. Antonio was fair, lean and lanky, while Felix was dark, short and husky. Antonio's hair was always falling over his eyes, while Felix wore his black hair in a natural afro style. രണ്ടുപേർക്കും ഒരേ ഒരു ഡ്രീമാണ്
to become the lightweight champion of the world. ഓക്കെ, ഇതിൽ നമുക്ക് റിലേറ്റ് ചെയ്തത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അമിഗോ മീൻസ് ഫ്രണ്ട്സ് അല്ലേ? അമിഗോ ബ്രദേഴ്സ്, ദാറ്റ് മീൻസ് ഫ്രണ്ട്സ് ലൈക്ക് ബ്രദേഴ്സ്. ഇറ്റ്സ് എ സ്പാനിഷ് വേർഡ്. നല്ലൊരു കോട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ റിലേറ്റ് ചെയ്ത്. ദർ ഈസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് more to be prized than true friendship. Words of Thomas Aquinas. There is nothing in this world more to be prized than true friendship. True friendshipനേക്കാളും വിലയേറിയതായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെയും പറയുന്നത് രണ്ടുപേരുടെയും സെയിം കാര്യങ്ങളൊക്കെയാണ്. ആ ടൂർണമെൻറ്റ് നടന്ന സ്ഥലം ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് അല്ല, ആ ടൂർണമെൻറ്റിൻ്റെ പേരാണ് ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. അത് നടന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്കിൽ അല്ലേ. പിന്നെ ഇത് രണ്ടുപേരുടെ സ്റ്റോറിയാണ് ഇതിൽ ഫുള്ളുള്ളത്. രണ്ടും അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം അല്ലേ, അതിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ചാമ്പ്യൻഷിപ്പൊക്കെ നമുക്ക് നല്ല ടൈറ്റിൽ കൊടുക്കാം. റൈറ്റർ പിരി തോമസ്. അനൗൺസ്മെൻറ്റ്, സിമ്പിൾ അനൗൺസ്മെൻറ്റ് ചോദിക്കാം കേട്ടോ. ഒരു ഡൗട്ട്, റിലവൻസ് ഓഫ് ഹൊർഗലു അത് നേരത്തെ പറഞ്ഞു അല്ലേ. റിലവൻസ് ഓഫ് ഹൊർഗലു ഞാൻ വായിച്ചു. ദ ഗ്രാൻഡ് ഫാദർ സേസ് ഇൻ എവ്രി വൺസ് ലൈഫ് ദർ ഷുഡ് ബി ഹൊർഗലൂസ്. വൈ? അതിൻ്റെ ആൻസർ അവിടെ പറഞ്ഞു. ഓക്കെ, അനൗൺസ്മെൻറ്റ് ഇതിൻ്റെ തന്നെ സെയിം അനൗൺസ്മെൻറ്റ് ഒരു 2 മാർക്സ് ചോദിക്കാൻ വേണമെങ്കിൽ അപ്പോൾ അത് ടെക്സ്റ്റിലുണ്ട് അല്ലേ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നൗ ഈസ് ദ മൊമെൻറ്റ് യു ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ, ദ മെയിൻ ഇവൻറ്റ് ബിറ്റ്വീൻ 2 ഫൈൻ യങ് പ്യൂർട്ടോ റിക്കൻ ഫൈറ്റേഴ്സ്. ബാക്കി നിങ്ങളാണ് ഉണ്ടോ. ഇമാജിൻ യുവേഴ്സെൽഫ് ടു ബി ദ അനൗൺസർ ഓഫ് ദ സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സ്പോർട്സിൻ്റെ അനൗൺസ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിലും ഈ സെയിം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലേ. ഇത് തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ടോംകിൻസ് സ്ക്വയർ പാർക്ക് എഴുതുക, ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഞാനൊരു ജസ്റ്റ് ഇതിനൊരു ആൻസർ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഒരു സ്പോർട്സ് മീറ്റിനൊക്കെ ആണെങ്കിൽ ഫോർ ദ കൈൻഡ് അറ്റൻഷൻ ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ 100 meters റേസ് പ്ലീസ് റിപ്പോർട്ട് അറ്റ് ദ പവലിയൻ ഇമ്മീഡിയറ്റ്ലി. അത് നമ്മുടെ ഈ സെയിം ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ്. അത് വേണ്ട, ചോദിക്കാറില്ല. പിന്നെ ഇതൊന്നും ഹോമോനും ഒന്നും വേണ്ട. ദ നെക്സ്റ്റ്, ദ അവർ ഓഫ് ട്രൂത്ത്. അവർ ഓഫ് ട്രൂത്ത് റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്, ഇതിൽ ആരുടെയെങ്കിലും ക്യാരക്ടേഴ്സ് ചോദിക്കാം കേട്ടോ. റോബർട്ട് ബോൾവിൻ, മാർത്ത, ജോൺ, എവി, മാർഷൽ, ആരുടെ വേണമെങ്കിലും ക്യാരക്ടേഴ്സ് വെച്ച് ചോദിക്കാം. സോ ദിസ് ഡ്രാമ ഇസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. പിന്നെ ഇതിലുള്ള മറ്റു ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഹൗ മണി ഇൻഫ്ലുവൻസസ് പീപ്പിൾ. പീപ്പിൾ ഈസിലി ഫോർഗെറ്റ് their moral values and principles when they are tempted by money. Truth prevails in the end. അല്ലേ, ട്രൂത്ത് പ്രിവൈൽസ് ഇൻ ദ എൻഡ്. അവസാനം സത്യം വിജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റോബർട്ട് ബോൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് റോബർട്ട് ബോൾവിൻ്റെ ചില നല്ല ഐഡിയാസൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് ഒന്ന് മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ വരുവാണെങ്കിൽ അത് എഴുതാം കേട്ടോ. അതിലത് പേജ് നമ്പർ 56 അതിൽ ആദ്യം നോക്കിയുണ്ടോ, ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ് ഉണ്ടോ. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ് ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ്. ഇവിടെ റോബർട്ട് ബോൾവിൻ പറയുന്നതാണ് കേട്ടോ, ജോൺ ഗ്രഷാമിനോട് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് നമുക്ക്
അറിയാമെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊരു ലെങ്തി ആയൊരു ഡ്രാമയാണ്. കറപ്ഷനെ കുറിച്ച് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറപ്ഷനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ കുറച്ചൊരു കറപ്ഷൻ്റെ പോയിൻറ്റ്സ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, നോക്കുക കേട്ടോ. കോഫി അനൻ പറഞ്ഞ ഒരു നമ്മുടെ ഫോമർ UN സെക്രട്ടറി ജനറൽ ആൻഡ് നൊബേൽ പീസ് പ്രൈസ് ലോറിയേറ്റ് ആയ കോഫി അനൻ പറഞ്ഞൊരു കറപ്ഷനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് കറപ്ഷൻ ഈസ് എ ഡിസീസ്, transparency is an essential part of its treatment. If corruption is a disease, transparency is essential part of its treatment. കറപ്ഷൻ ഒരു ഡിസീസ് ആണെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള എസെൻഷ്യൽ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്പാരൻസി, അല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോഡ്സ് ഫോർ A+ലെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല കൊട്ടേഷൻസ് അതിലുണ്ട്. പിന്നെ ഈ ഡ്രാമ, ഈ 1 ആക്ട് പ്ലേയുടെ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ, അത് ഞാനൊരു മെയിൻ പോയിൻറ്റ്സുമായിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗ്രാമറെല്ലാം ഈ ലെസൺ ബേസ് ചെയ്താണ് ഉള്ളത്. ആക്ടിവിറ്റി 5 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കോമ്പയറിങ്. Think that you are selected to introduce the actors of the play The Hour of Truth to the audience. Prepare the script. അതാണ് കോമ്പയറിങ്ങിൻ്റെ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ്. അത് അഥവാ നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. കോമ്പയറിങ് സുനിതാസ്, ആ വീഡിയോയിൽ ഞാൻ നല്ല സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു 4 മാർക്സിന് അല്ലെങ്കിൽ 6 മാർക്സിന് ചോദിക്കുന്ന ആ മാർക്ക് അനുസരിച്ച് നമ്മൾ എഴുതുക കേട്ടോ. ഹോമോനിംസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതൊന്നും ചോദിച്ചിട്ടില്ല. ഗ്രാമർ, ടെൻസ്, എഡിറ്റിംഗ് എല്ലാം ഇതിലാണ് വരുന്നത്. റിപ്പോർട്ട് സ്പീച്ചൊക്കെ നമ്മുടെ ഫോക്കസ് ഏരിയ ലെസനായ അവർ ഓഫ് ട്രൂത്തിൻ്റെ ബാക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാമർ വേണമെങ്കിൽ ഫോക്കസ് ഏരിയയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഇപ്രാവശ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ഗ്രാമറിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കാണും. എഡിറ്റിംഗ്, റിപ്പോർട്ട് സ്പീച്ച്, പാസീവ് വോയിസ്, ഓക്കെ. പിന്നെ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഇപ്രാവശ്യമൊന്നും ചോദിച്ചില്ല, കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ലെസൺ എ 3-വീൽഡ് റെവല്യൂഷൻ ബൈ ഇർഫാൻ അലം. അപ്പോൾ അതിൽ ഇർഫാൻ അലമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇർഫാൻ അലമിനോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇർഫാൻ അലമിൻ്റെ പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാം കേട്ടോ. ടെലഫോണിക് കോൺവെർസേഷൻ വരാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ അറിയേണ്ടത്. ഈ ഇർഫാൻ അലമിൻ്റെ കുറിച്ച് കുറേ പോയിൻറ്റ്സ് പേജ് നമ്പർ 81 എബൌട്ട് ഇർഫാൻ അലം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇൻട്രൊഡക്ടറി സ്പീച്ച് ആയാലും എന്ന് പറഞ്ഞാൽ ഇർഫാൻ അലമിനെ ഒരു ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചാലും ഈ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ സമ്മാനെക്കുറിച്ചൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ജനറലായിരിക്കും. അപ്പോൾ ഇർഫാൻ അലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. ദെൻ ഇതിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ: ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ to introduce prepaid cycle rickshaws in India. Then, although a first generation entrepreneur, ഇത് നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? ഇർഫാൻ അലം was the first generation entrepreneur. He has won the Business Bazaar Award and the World Bank's Innovation Award. Then he is one of the top 30 youth icons of India. Then at the Entrepreneurship Summit held at Washington DC in 2010, President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഇർഫാൻ അലമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ആരോട് ചോദിച്ചാലും, ആരോട് ഇൻ്റർവ്യൂ ചോദിച്ചാലും എഴുതാവുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇൻ്റർവ്യൂ റൈറ്റിംഗ് എന്ന ആ വീഡിയോയിലുണ്ട്. ജസ്റ്റ് നോക്കുക കേട്ടോ. ഇൻ്റർവ്യൂ റൈറ്റിംഗ് സുനിതാസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ട് ആരോട് ചോദിക്കാവുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിലുണ്ട്. പിന്നെ ഇമാജിനറി ഇൻ്റർവ്യൂ വിത്ത്
ഇർഫാൻ അലമിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നെ ഇമെയിൽ ചോദിക്കാം. കണ്ടോ, ഇമെയിൽ ഇർഫാൻ അലമിൻ്റെ അല്ലെങ്കിൽ ഏതാ ഈ 3 വീൽഡ് സൈക്കിൾ റിക്ഷ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിനുള്ള കുറേ സജഷൻസ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനായിട്ട് അതൊരു ഇമെയിലായിട്ട് എഴുതാൻ അല്ലേ. അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചില കുട്ടികൾ എക്സാമിന് ഇമെയിലിൻ്റെ ഫോമാറ്റ് ഇല്ലാതെ ഒരു ലെറ്റർ ടൈപ്പിൽ എഴുതാറുണ്ട്, മാർക്ക് കൊടുക്കും. എന്നാലും ഇമെയിലിൻ്റെ ഫോമാറ്റ് നല്ലതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് ഇമെയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിൽ CC BCC അല്ലേ, അത് ഇമെയിൽ റൈറ്റിംഗ് സുനിതാസ് ആ വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. CC BCC എന്ന് വെറുതെ ഇടുന്നതിനേക്കാളും അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഏതെങ്കിലും ഒരു അഡ്രസ്സ് വയ്ക്കുക. നമ്മൾ വേറൊരാൾക്ക് കോപ്പി ഇടുന്നതാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്രസ്സ് എഴുതി അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇമെയിലും ഇനി ഈ സമയമുണ്ട്. ഇമെയിൽ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫോമാറ്റ് നോക്കാൻ നിങ്ങൾക്ക് ടൈമുണ്ട്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നോട്ട് മേക്കിംഗ് ഇടയ്ക്ക് ഒരു പാസേജ് ഏതോ ഒരു ക്വസ്റ്റ്യൻ +1 ആണോ +2 ആണോ എന്നറിയില്ല, നോട്ട് മേക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തന്നതിന് ശേഷം ആ പാസേജ് 1-2 പ്രാവശ്യം കോംപ്രിഹെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതുന്നതിന് വേണ്ടി നോട്ട് മേക്കിംഗ് അത് ഈസി ആയിരിക്കും. ആ പാസേജ് 1-2 പ്രാവശ്യം വായിച്ചിട്ട് അതിൽ നിന്നും മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് നോട്ട് മേക്കിംഗ് കേട്ടോ. പിന്നെ ഇഡിയോമാറ്റിക് ഫ്രേസ് ഈ ലെസണിൽ വരുന്നുണ്ട്. പേജ് നമ്പർ 85 വരുന്നത്. ഇഡിയോമാറ്റിക് ഫ്രേസസ് എ 3 വീൽഡ് റെവല്യൂഷൻ റിലേറ്റഡ് ആണ്. വളരെ രസകരമായിട്ടാണ് ഇഡിയോമാറ്റിക് ഫ്രേസസ് ഞാൻ പറഞ്ഞു തന്നത്. ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒന്ന് ചായ കുടിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്ന് കേട്ട് രസിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഇഡിയംസൊക്കെ മനസ്സിൽ പതിയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഡിയോമാറ്റിക് ഫ്രേസസ് ഒരു പാരഗ്രാഫ് തന്നിട്ട് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അപ്പോൾ ആ പാസേജും ഇഡിയംസിൻ്റെ മീനിങ്ങും അറിയാമെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ജസ്റ്റ് കേട്ട് വയ്ക്കുക. ഞാനതിൽ പറയുന്നുണ്ട്, കേട്ടവർക്ക് അത് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി, സിറ്റ് ഓൺ ദ ഫെൻസ്, ലാസ്റ്റ് സ്ട്രോ അല്ലേ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് വല്ലപ്പോഴും ഒരിക്കൽ അല്ലേ, വല്ലപ്പോഴും ഒരിക്കലാണ്. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഞ്ചുറി ആയിട്ടൊന്ന് വിഷമിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മൾ കുറച്ചും കൂടെ അവരെ ഇൻസൾട്ട് ചെയ്യുക. പഠിച്ച ആൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. എ പീസ് ഓഫ് കേക്ക്, പിന്നെന്താ ആപ്പിൾ ഓഫ് ദ ഐ. ഓക്കെ, അപ്പോൾ പഠിച്ച കുട്ടികൾ അത് ഇഡിയോമാറ്റിക് ഫ്രേസസ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രേസൽ വേർബ്സും ചിലപ്പോൾ ഒരു പാസേജ് തന്ന് അതിൽ ഡാഷ് വന്ന് ഫില്ലപ്പ് ചെയ്യാൻ ചോദിക്കും. ഫ്രേസൽ വേർബ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. കുറച്ച് ഫ്രേസൽ വേർബ് ഇമ്പോർട്ടൻ്റ് ആയത് മനസ്സിലാക്കുക. ഫ്രേസൽ വേർബ് സുനിതാസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. പുട്ട് ഓൺ മീൻസ് വെയർ, ധരിക്കുക. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ദെൻ പുട്ടപ്പ് വിത്ത്, സഹിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പുട്ട് ഔട്ട് അല്ലേ. കോൾ ഓൺ, കോൾ ഫോർ. കോൾ ഇറ്റ് രണ്ടും വിസിറ്റ് ചെയ്യുക എന്നാണ്. കോൾ ഫോർ മീൻസ് ഡിമാൻഡ് ചെയ്യുക. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. അടുത്ത് പുട്ട് അക്രോസ്, അത് സെറ്റപ്പ്. കൊള്ളാം, എല്ലാവരും ടൈപ്പ് പഠിച്ച ഒത്തിരി പേരുണ്ട്. അവർ ഞാൻ പറയുമ്പോൾ തന്നെ അതങ്ങ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പാസ് അവേ മീൻസ് ഡൈ. ഇവിടെയുണ്ട്. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ. പേജ് നമ്പർ 87 ഞാൻ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പേജിലുള്ളതൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ദ നെക്സ്റ്റ് ലെസൺ ദീദി. ദാറ്റ് ഈസ് ദ ലെസൺ ഓഫ് ഷഹീൻ മിസ്ട്രിയുടെ ലെസണാണ്. ഇത് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് നമ്മുടെ ഈ ലൈൻ ബൈ ലൈൻ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും സാരമില്ല. കാരണം ഈ ലെസൺ റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെയാണ്. പേജ് നമ്പർ 95 കണ്ടോ, ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെയുണ്ട്. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമെയും തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇച്ചിരി ലെങ്തിയാണ്, അത്രയും നിങ്ങൾ പഠിക്കേണ്ട. കാരണം അതെല്ലാം പഠിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതിയെങ്കിലും എഴുതാൻ ഓർമ്മ വരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. ലെറ്റർ എപ്പോഴും അതൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആയാലും ഒഫീഷ്യൽ ലെറ്റർ ആയാലും
ഫ്രണ്ട്ലി ലെറ്റർ ആയാലും ഇമെയിൽ ആയാലും ലെറ്റർ ടു ദ എഡിറ്റർ ആയാലും ലെറ്റർ ഓഫ് എൻക്വയറി ആയാലും ഒരു പേജിനകത്ത് തന്നെ നിൽക്കുക. അത് മാർക്കൊന്നും പേജ് എത്ര എഴുതണം, അപ്പോൾ എത്ര മാർക്കൊന്നും പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ അത് 4 മാർക്സ് ആയാലും 5 മാർക്സ് ആയാലും 6 മാർക്സ് ആയാലും ഒരു പേജിനകത്ത് മതി. ഓക്കെ, അപ്പോൾ ഈ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇത്തിരി ലെങ്തിയാണ്. നിങ്ങൾ അത്രയും വേണ്ട. ഒരു പേജിനകത്ത് ആപ്ലിക്കേഷൻ എഴുതുക, മറ്റൊരു പേജിൽ റെസ്യൂമേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പേജിനേക്കാൾ ഇച്ചിരിയും കൂടെ വരും. അതിൽ ലാസ്റ്റ് ഡിക്ലറേഷൻ വരെ പഠിച്ചു വയ്ക്കണം. ഡിക്ലറേഷൻ പഠിക്കുക, ഡിക്ലറേഷൻ ഹെഡിങ് കൊടുക്കുക. ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബവ് ഇൻഫർമേഷൻ ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. ആ ഡിക്ലറേഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. ഡിക്ലറേഷൻ വരെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൽ ഏതാണ് ബോക്സിനകത്ത് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരു ബോക്സിനകത്ത് വരയ്ക്കാം. ബാക്കി ഒന്നും ഈ ജോബ് ആപ്ലിക്കേഷനിലൊന്നും പിന്നെ നിങ്ങൾ ബോക്സിനകത്ത് വരയ്ക്കേണ്ട കേട്ടോ. പേടിക്കേണ്ട. എക്സാം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട. നമ്മൾ പഠിച്ചതൊക്കെ എഴുതിയാൽ മതി. ഈ എക്സാം എന്ന് പറഞ്ഞാൽ അതൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല കേട്ടോ. പേടിക്കണ്ട. ഇപ്പോൾ എന്തായാലും പഠിച്ചത് നമുക്ക് ഫേസ് ചെയ്യാം. നമുക്ക് +2 എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത കോഴ്സുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. ഓക്കെ, അപ്പോൾ പേടിക്കണ്ട. നിങ്ങൾ ഒരു ആവറേജൊക്കെ ആയിരുന്നാൽ മതി കേട്ടോ. ഞാനൊക്കെ ആവറേജ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. പോയി നാളെ എക്സാം എഴുതുക. ദെൻ നെക്സ്റ്റ് ലെസൺ സ്റ്റാമർ. സ്റ്റാമർ is written by സച്ചിദാനന്ദൻ. വിക്ക് അല്ലേ. ഇത് ഫോക്കസ് ഏരിയ പോയമല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് 4 ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ്, ഈ ലൈൻസിൻ്റെ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഞാനത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് പറയാം. സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്രാഫ്റ്റ്. അതൊരു അംഗഭേദ്യമില്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. Stammer is the silence that falls between the word and its meaning. Just as lameness is the silence that falls between the word and the deed. So here the poet compares stammer with lameness. കേട്ടോ, lameness മുടന്തമായിട്ട് സ്റ്റാമറിനെ കമ്പയർ ചെയ്യാണ്. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ അതൊരു സൈലൻസ്. ഏതൊക്കെ തമ്മിൽ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പാണ്? ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ലെയിംനെസ് ആണെങ്കിൽ ദ സൈലൻസ് ബിറ്റ്വീൻ word and the deed. Did stammer precede the language or succeed it? Is it only a dialect or a language itself? These questions make the linguist stammer. So which are the questions that make the linguist stammer? വളരെ ഭാഷ വിദഗ്ധന്മാരെ പോലും വിക്കുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? Did stammer precede the language or succeed it? Is it only a dialect or a language itself? Each time we stammer, we are offering a sacrifice to the God of meanings. നമ്മൾ ഓരോ സമയവും വിൽക്കുമ്പോഴും we are offering a sacrifice to the God of meanings. God of meanings, മീനിങ്സിൻ്റെ ഗോഡിനെ നമ്മളൊരു സാക്രിഫൈസ് അല്ലേ, അവർക്കൊരു ത്യാഗം, ഒരു സാക്രിഫൈസ് നൽകുകയാണ്. When a whole people stammer becomes their mother tongue, just as it is with us now. ഒരു സ്ഥലത്തെ എല്ലാ ആളുകളും വിൽക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ദയർ മദർ ടങ്, ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. ഇപ്പോൾ ഉള്ളതുപോലെ എന്നിവിടെ എന്താ കമ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് പോലെ എന്ന് പറയാം നമുക്കല്ലേ. അങ്ങനെ ഒരു സ്ഥലത്തെ എല്ലാ ആൾക്കാരും വിൽക്കിയാൽ ദാറ്റ് വിൽ ബിക്കം ദയർ മദർ ടങ്. God too must have stammered when he created man. ദൈവം പോലും മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ വിക്കിക്കാണുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൈ all the words of man carry different meanings. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഓരോ വേർഡ്സിനും ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ everything he utters from his prayers to his commands stammers like poetry. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും from his prayers to his commands stammers like poetry. ഇവിടെ at the end of the poem, the poet Sachidanandan compares stammer with poetry. ലാസ്റ്റ് പോയറ്റ് സ്റ്റാമറിനെ പോയട്രി ആയിട്ട് കമ്പയർ ചെയ്യാണ്. എന്തുകൊണ്ടാണ്? വൈ ദ പോയറ്റ് കമ്പയർ സ്റ്റാമർ വിത്ത് പോയട്രി?
കാരണം ബിക്കോസ് പോയട്രിക്ക് ഓരോരുത്തരും വായിക്കുമ്പോൾ ഓരോ വ്യൂസാണ് അല്ലേ, ഓരോ മീനിങ്സാണ്. അതുപോലെയാണ് ഈ ഓരോ വാക്കുകൾക്കും, വിക്കുണ്ടാക്കുന്ന ഓരോ വാക്കുകൾക്കും അല്ലേ, മനുഷ്യൻ്റെ ഓരോ വാക്കിനും ഡിഫറെൻറ്റ് മീനിങ് ഉള്ളതുപോലെ പോയട്രിക്കും ഡിഫറെൻറ്റ് മീനിങ്സ്. സോ ദാറ്റ്സ് വൈ ദ പോയറ്റ് കമ്പയേഴ്സ് സ്റ്റാമർ വിത്ത് പോയട്രി. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അങ്ങ് എഴുതിയാൽ മതി, നമ്മൾ സംശയിക്കാതെ എഴുതിയാൽ മതി കേട്ടോ. ശരി, അപ്പോൾ സ്റ്റാമർ അത് മനസ്സിലാക്കുക. ഈ ലെസണിലാണ് ബ്ലോഗ് റൈറ്റിംഗ് വരുന്നത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെബ്സൈറ്റിൽ എഴുതി അപ്ലോഡ് ചെയ്യുന്നതാണ് ബ്ലോഗ് റൈറ്റിംഗ്. അതിനും പ്രത്യേകിച്ച് ഫോമാറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇതിലിവിടെ ഒരു എക്സാമ്പിളുണ്ട്, കണ്ടോ? ഇതിൽ നമുക്ക് കണ്ടോ, ഇപ്പോൾ ഏതിനെങ്കിലും കുറിച്ച് ബ്ലോഗ് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം അതിനെക്കുറിച്ചൊരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ അതിൽ വരുന്നത് ഡേറ്റ് എഴുതാം, പിന്നെ പേരെഴുതാം. കണ്ടോ, ഡേറ്റ് ബാർ ടൈം. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ മാച്ച് ബോക്സിലെ ഏതെങ്കിലും നോമിതയുടെ കാര്യമോ ഹൊർഗലിൻ്റെ കാര്യമോ ഒക്കെ ഒരു ബ്ലോഗ് എഴുതിയിടാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് എന്തിനെക്കുറിച്ചാണോ അതൊരു ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് എഴുതുക, ബാറിട്ട് നിങ്ങളുടെ പേരെഴുതുക, പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ ആയിട്ട് എഴുതുക. ലാസ്റ്റ് നമുക്ക് എഴുതാം, കണ്ടോ, ദിസ് ഈസ് എ മസ്റ്റ് വാച്ച്. ഇങ്ങനെയൊക്കെ ഒന്ന് അതൊരു ക്യാപ്സ് ലോക്കിലൊക്കെ ഒന്ന് എഴുതി നീറ്റായിട്ട് ബ്ലോഗും വേണമെങ്കിൽ നമുക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ബോക്സിനകത്ത് വരച്ചിട്ടേക്കാം കേട്ടോ. അതും നമുക്ക് ബോക്സിനകത്ത് വരയ്ക്കാം. അപ്പോൾ ബോക്സിൽ വരയ്ക്കാനുള്ളത് ഇമെയിൽ ബോക്സിൽ വരയ്ക്കാം, ബ്ലോഗ് ബോക്സിനകത്ത് വരയ്ക്കാം, ബ്ലേബ് ബോക്സിനകത്ത് വരയ്ക്കാം. ഇച്ചിരി നീറ്റാകുന്നതിന് വേണ്ടിയാണ്. ബ്ലോഗ് എത്ര പേജ് എഴുതണമെന്ന് ചോദിച്ചാൽ ബ്ലോഗ് 6 മാർക്സിനൊക്കെയാണ്. ബ്ലോഗൊക്കെ മാക്സിമം 1 പേജ് മതി കേട്ടോ. ഇപ്പോൾ അത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 പേജ് മതിയാകും. അപ്പോൾ അത് മാർക്ക് നോക്കി തന്നെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുക. ബ്ലോഗ് കഴിഞ്ഞ് ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ലീവ് ആൻഡ് ലെറ്റ് ലീവ്, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ഇപ്പോൾ ഈ യൂണിറ്റ് പറയുന്നത് ഫുൾ നമ്മുടെ നേച്ചർ പ്രിസർവേഷനെ കുറിച്ചാണ് കേട്ടോ, നേച്ചർ കൺസർവേഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വാങ്കാരി മത്തായി. ഈ ലെസൺ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ, അപ്പോൾ ഇതൊന്നും ലെസൺ ലൈൻ ബൈ ലൈൻ പഠിച്ചിട്ട് അതിൽ നിന്നൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സമ്മറി നമുക്ക് ലൈവ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. വി വോണ്ട് ഹാവ് എ സൊസൈറ്റി ഇഫ് യു ഡിസ്ട്രോയ് ദ എൻവിയോൺമെൻറ്റ് ബൈ മാർഗരറ്റ് മീഡ്. അപ്പോൾ ഈ ലെസൺ റിലേറ്റ് ചെയ്ത് നേച്ചർ കൺസർവേഷനെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഈ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചാണ്. വാങ്കാരി മത്തായി കുറിച്ച് ചോദിച്ചാൽ പേജ് നമ്പർ 111 ചിലപ്പോൾ ഒരു പ്രൊഫൈലൊക്കെ ചോദിച്ചാലോ അല്ലേ. വാങ്കാരി മത്തായി ഈസ് എ കെനിയൻ എൻവിയോൺമെൻ്റലിസ്റ്റ് ആൻഡ് എ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. In 1970s, Mathai founded the Green Belt Movement, an environmental non-governmental organization which focused on the planting of trees, environmental conservation and women's rights. Green Belt Movement എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇത് വാങ്കാരി മത്തായി സ്ഥാപിച്ചൊരു ഇതാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് an environmental non-governmental organization that focused on the planting of trees, environmental conservation and women's rights. പിന്നെ നൊബേൽ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. സോ ദിസ് സ്പീച്ച് ദറ്റ് ഈസ് എ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച്. നൊബേൽ പ്രൈസ് വാങ്ങിയതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു റിപ്ലൈ സ്പീച്ച്, മറുപടി പ്രസംഗമാണ് ഈ ലെസൺ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. അപ്പോൾ ഇതൊരു സ്പീച്ചിൻ്റെ ഫോമാറ്റിലാണ് ലാസ്റ്റ് തുടങ്ങിയേക്കുന്നതും. അതുപോലെ തന്നെ കണ്ടോ, യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസസ്, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ നോർവീജിയൻ നൊബേൽ കമ്മിറ്റി, എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. ലാസ്റ്റ് കണ്ടോ, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്, അതും ഒരു സ്പീച്ചാണ് ക്രിസ്ത്യൻ ലഗാർഡിൻ്റെ അല്ലേ. അപ്പോൾ ഒരു സ്പീച്ചാണ് ഈ ലെസൺ ബേസ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു എസ്സേ ആർട്ടിക്കിൾ
ആണ് നമുക്ക് ഈ ലെസൺ ബേസ് ചെയ്ത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ലെസൺ ബേസ് ചെയ്ത് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഫോർമൽ സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അസോസിയേഷനിൽ you are supposed to deliver a speech after receiving the award. Draft the speech you would deliver. Draft the speech എന്ന് പറഞ്ഞാൽ സ്പീച്ച് നമ്മൾ പറയുന്നതാണ്, പരീക്ഷയ്ക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിനെ എഴുതുന്നതാണ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. എഴുതുക, സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അവാർഡ് നമുക്ക് കിട്ടിയതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിപ്ലൈ സ്പീച്ച് കൊടുക്കാനായിട്ട് ചോദിക്കാം. ഇവിടെ കോംപ്ലക്സ് സെൻറ്റൻസ് പേജ് നമ്പർ 113 ഒരു ചെറിയൊരു ഗ്രാമറുണ്ട്. അത് എക്സാമിന് വരുമെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഞാനൊന്ന് പറഞ്ഞുതരാം. കൺവേർട്ട് ദ ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസസ് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസസ്. കണ്ടോ, ഇവിടെ സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കാനാണ്. സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഐ ഡോണ്ട് നോ ദ ടൈം ഓഫ് ഹിസ് അറൈവൽ. അത് സിമ്പിൾ സെൻറ്റൻസ്. കൺവേർട്ട് ദ സെൻറ്റൻസ്, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ചേഞ്ച് ദ സെൻറ്റൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി തരാനായിട്ട് ആയിരിക്കും ചോദിക്കുന്നത്. ഐ ഡോണ്ട് നോ ദ ടൈം ഓഫ് ഹിസ് അറൈവൽ, ദാറ്റ് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്. ഹൗ വിൽ യു ചേഞ്ച് ദിസ് സിമ്പിൾ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ്? ഐ ഡോണ്ട് നോ വെൻ ഹി അറൈവ്സ്. വെൻ ഹി അറൈവ്സ്, കണ്ടോ, അപ്പോൾ എങ്ങനെ മാറി? ഐ ഡോണ്ട് നോ വെൻ ഹി അറൈവ്സ്. ഡു യു നോ ഹിസ് റെസിഡൻസ്? Do you know where he resides? He could not see properly because of the darkness. He could not see properly because it was very dark. The problem is too complicated for them to solve. The problem is so complicated that they cannot solve it. The box is too heavy that I cannot lift it. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ചോദിക്കുമെന്നറിയില്ല, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം, ദ ടൈം ഓഫ് ഹിസ് അറൈവൽ മാറി വെൻ ഹി അറൈവ്സ് കേട്ടോ. സിമ്പിൾ സെൻറ്റൻസ് ആണിത്. കോംപ്ലക്സ് ആക്കാൻ ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേ ഒരു മോഡലൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഐ ഡോണ്ട് നോ ദ ടൈം ഓഫ് ഹിസ് അറൈവൽ. ഐ ഡോണ്ട് നോ വെൻ ഹി അറൈവ്സ്. ഡു യു നോ ഹിസ് റെസിഡൻസ്? ഹിസ് റെസിഡൻസ്, വെയർ ഹി റിസൈഡ്സ് കേട്ടോ. സാരമില്ല, ഇപ്പോൾ ഇതൊന്നും ചോദിക്കാറില്ല എന്ന് വിചാരിക്കാല്ലേ, ഇതൊന്നും ചോദിക്കണ്ട. നാളെ എഡിറ്റിംഗ് കാണും, റിപ്പോർട്ട് സ്പീച്ച് കാണും, ചിലപ്പോൾ പാസീവ് വോയിസ് കാണും. ഗ്രാമർ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയില്ല, ഗ്രാമർ എഴുതണം. ചിലപ്പോൾ നിങ്ങൾ കറക്കി കുത്തി എഴുതുമ്പോൾ ശരിയായാലോ കേട്ടോ. ചിലപ്പോൾ ഒരു സെക്ഷൻ തന്നെ ഗ്രാമർ ഏതിനാ വന്നേ, അത് മോഡൽ എക്സാമിന് എങ്ങാണ്ട് കുറേ ഗ്രാമർ വന്നില്ലേ, അതുപോലെ എങ്ങാനും ചോദിച്ചാലോ, എന്തെങ്കിലുമൊക്കെ എഴുതണേ. ഓക്കെ, നെക്സ്റ്റ് റൈസ്. അതൊരു നമ്മുടെ ദാറ്റ്സ് എ ഫോക്കസ് ഏരിയ പോം, റൈസ് ബൈ ചെമ്മനം ചാക്കോ. ഇത് വളരെ ഒരു നറേറ്റീവ് പോയമാണ്, ഒരു സിനിമ പോലെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇറ്റ്സ് എ സാറ്റയർ. സാറ്റയർ മീൻസ് പരിഹാസമാണ്. ഇൻ ദിസ് പോം ദ പോയറ്റ് ചെമ്മനം ചാക്കോ satirizes the evil things prevalent in our society. The poem is a contrast between expectation and reality, nostalgic feeling of the poet or the narrator, the plight of the farmer who are forced to move from food crops to cash crops. ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്ക് മാറ്റപ്പെടേണ്ട, അങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെട്ട ഫാമേഴ്സിനെ കുറിച്ചുള്ള ഒരു സാറ്റയർ. സാറ്റയർ എന്ന് പറയുമ്പോൾ ഒരു പരിഹാസം എന്ന് നമുക്ക് തന്നെ എന്ന് പറയാം. മൂവിങ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്, ദാറ്റ് ഈസ് ഫ്രം പാഡി ഫീൽഡ്സ് ടു റബ്ബർ പ്ലാന്റേഷൻസ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പോയിട്ട് സാറ്റയർ ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ റൈസ് സുനിതാസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒറ്റ വീഡിയോയിൽ തന്നെ ഈ പോയമിൻ്റെ ഇമ്പോർട്ടൻ്റായ എല്ലാ കാര്യങ്ങളുണ്ട്. എൻ്റെ അപ്രീസിയേഷൻ, ദ പോയം റൈസ് ആസ് എ സാറ്റയർ, പിന്നെ ദ പോയം ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇത് സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് നമുക്ക് കേൾക്കാം. Then the next lesson, dangers of drug abuse, that is very very important. You can expect
an 8 marks question. 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് മേ ബി എൻ എസ്സേ, ആർട്ടിക്കിൾ ഓർ എ സ്പീച്ച്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് സ്പീച്ച് വരാം, എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരാം. നമ്മുടെ സ്കൂളിൽ ഈ ടോപ്പിക്കിൽ ഒരു സെമിനാർ നടന്നു, സെമിനാർ റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാം. സെമിനാറിന് വേണ്ടി സെമിനാർ പേപ്പർ എഴുതാൻ ചോദിക്കാം. ദെൻ റൈറ്റ് അപ്പോൺ മെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്, റൈറ്റ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫിസിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻസ്. സജഷൻസ് ഓർ അഡ്വൈസ്. അപ്പോൾ സജഷൻസ് ഓർ അഡ്വൈസ്, ഹാഡ് ബെറ്റർ. അപ്പോൾ ഹാഡ് ബെറ്റർ എന്നൊരു വീഡിയോയിൽ തന്നെ ആ കാര്യങ്ങളുണ്ട്. ഈ ഫിസിക്കൽ ഇമ്പാക്റ്റും മെൻ്റൽ ഇമ്പാക്റ്റും ഒക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ സെയിം സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഹാർഡിൻ ബി ജോൺസ് പറയുന്നത് the problems of physical and mental issues due to the misuse of drugs. മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഉണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് എ ടൈംലി വാർണിംഗ് ടു ദ മോഡേൺ സൊസൈറ്റി. നമ്മുടെ മോഡേൺ സൊസൈറ്റിക്കുള്ളൊരു ടൈംലി വാർണിംഗ് ആണ്. ആദ്യത്തെ ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പാരഗ്രാഫും പിന്നെ കുറേ പഠിച്ചിട്ട് പോകുന്നത് പോലെ ഈ ചാപ്റ്റർ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിന് ഇൻട്രൊഡക്ഷനായിട്ട് ഒരു പാരഗ്രാഫ് പഠിക്കണം, പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നൊക്കെ ഇൻട്രൊഡക്ഷൻ ഒരു പാരഗ്രാഫ് പഠിക്കുക. ഇതിലേറ്റവും പിന്നെ ഇവിടെ വരുന്ന കാര്യങ്ങളുണ്ട്, അല്ലേ? മെൻ്റൽ ഇൽനെസ്, ഇവിടെ ഇതൊക്കെയുണ്ട്. ഞാൻ ഇത് പറയും, ഇതിലുള്ള സെയിം സെൻറ്റൻസ് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ്, വാട്ട് ആർ ദ ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ്, പേജ് നമ്പർ 121. പേജ് നമ്പർ 121. Drug-related health disorders are many and varied. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease, venereal disease, infection of kidneys and brain. Sniffing cocaine and amphetamines can damage the tissues of the nose. Marijuana and tobacco smoking can cause lung disease. Livers are permanently damaged. Then women addicted to opiates are likely to be born addicted and suffer from withdrawal symptoms. Then cocaine and amphetamines can cause hair fall. Then it can damage cells susceptible to pneumonia, tuberculosis, malnutrition, weight loss. Then it may lead to respiratory or cardiac failure and death. അപ്പോൾ ഇത്രയും ഹെൽത്ത് ഡിസോർഡേഴ്സാണ്. അതുപോലെ ഇവിടെ ഫിസിക്കൽ ഡിസോർഡേഴ്സ് ഇവിടെ പറയുന്നുണ്ട്, മെൻ്റൽ ഡിസോർഡേഴ്സും, അല്ലേ? ദ പേഴ്സൺ ഫീൽസ് എ ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഹി ഫീൽസ് ഡിപ്രസ്ഡ് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ടു അതർ പീപ്പിൾ. ആൻഡ് he feels like paranoia, that's a psychiatric disorder. പിന്നെ he finds fault with others. He feels people are looking at him strangely. പേജ് നമ്പർ 121 കണ്ടോ? He loses his sense of being alive. He feels dead inside. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് അയാളുടെ മെൻ്റൽ പ്രോബ്ലംസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയാൾ കൈയൊക്കെ പ്രസ് ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ. അങ്ങനെ ഈ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള. അപ്പോൾ ഇത് ഒരു ഡ്രഗ് ഡിസോർഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നിങ്ങളെ ഇതിലെ കാര്യങ്ങൾ. ഈ ഹെൽത്ത് ഡിസോർഡേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്താലേ ഇന്ന കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്തതെന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോയിൻറ്റ്സ് എപ്പോഴും നിങ്ങൾ പഠിച്ചിരുന്നാൽ കറക്റ്റായിട്ട്. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ അതൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇതിൽ വരുന്നത് ലെറ്റർ ഓഫ് എൻക്വയറി വരാറുണ്ട്. ഒരു ലെറ്റർ, നമ്മളിപ്പോൾ ലെറ്റർ ടു ദ എഡിറ്റർ പഠിച്ചതുപോലെ തന്നെ ലെറ്റർ ഓഫ് എൻക്വയറി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു ടൂറ് പോകുമ്പോൾ അതിന് മുന്നേ ആ സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു എൻക്വയറി നടത്താനുള്ളൊരു ക്വസ്റ്റ്യൻ, ലെറ്റർ ഓഫ് എൻക്വയറി. പേജ് നമ്പർ 125 ഒരു സാമ്പിളുണ്ട്. അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് എൻക്വയറി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഒഫീഷ്യൽ ലെറ്റർ തന്നെയാണ്. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ഫ്രം ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ എഴുതുമ്പോൾ ഒരു ട്രഡീഷണലായിട്ട് എഴുതുമ്പോൾ ഫ്രം, ടു, പിന്നെ സർ കഴിഞ്ഞാണ് സബ്ജക്റ്റ്. പല കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്,
സർ കഴിഞ്ഞാണ് സബ്ജക്റ്റ് കേട്ടോ. എല്ലാ ലെറ്ററിലും, ഒഫീഷ്യൽ ലെറ്ററിലും, ലെറ്റർ ടു ദ എഡിറ്റർ ആയാലും, ലെറ്റർ ഓഫ് എൻക്വയറി ആയാലും സർ കഴിഞ്ഞാണ് സബ്ജക്റ്റ്. ഓക്കെ, ഫ്രം, ടു, സർ, സബ്ജക്റ്റ്. പിന്നെ മാറ്റർ 2-3 കുഞ്ഞ് പാരഗ്രാഫായിട്ട് എഴുതുക. ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, പ്ലേസ്, ഡേറ്റ്. പ്ലേസും ഡേറ്റും പ്ലേസൊക്കെ നേരത്തെ മുകളിലോട്ട് എഴുതിയാലും അതൊന്നും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ഇതുണ്ട് കണ്ടോ, പെർമിഷൻ്റെ ഗിവിങ് അഡ്വൈസ്. പേജ് നമ്പർ 126 നോക്കിയാൽ യു ഹാഡ് ബെറ്റർ, യു കുഡ്, വൈ ഡോണ്ട് യു, ഐ വുഡ് അഡ്വൈസ്, ഇഫ് ഐ വെയർ യു, ഐ വുഡ് റെക്കമെൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഗ്രാമർ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. നമ്മുടെ ഒരു ഡ്രഗ് അഡിക്റ്റിനെ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. അവിടെ വരുന്ന റൂൾ ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. You had better consult a doctor. You had better stop smoking. Why don't you stop smoking? I would advise you to stop smoking. If I were you, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ I would, ഞാനിങ്ങനെ ആകുമായിരുന്നു എന്ന് നമുക്ക് എന്തെങ്കിലും അവിടെ എഴുതാം കേട്ടോ. അപ്പോൾ ആ റൂൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഗിവിങ് അഡ്വൈസ്, പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും വരാം. ദെൻ നെക്സ്റ്റ് ലെസൺ ലൈറ്റസ് ഇതിൽ ഏതാ, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് വളരെ നേരെ തന്നെ നമ്മൾ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. പേജ് നമ്പർ 134, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. RH വുഡിൻ്റെ ഒരു 1 ആക്ട് ഡ്രാമയാണ്. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. മിസ്സിസ് സ്മിത്ത്, അസിസ്റ്റൻറ്റ്, ഇതിൽ കുറേ ഓൾഡ് ജെൻറ്റിൽമാൻ, പിന്നെ ഒരു പോസ്റ്റിലെ ഒരു പോസ്റ്റ് ഓഫീസിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ പോസ്റ്റ് ഓഫീസിൽ ഒരു ഫോറിനർ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു പാർസൽ പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നു. അപ്പോൾ അയാൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിനകത്തൊരു ചെറിയൊരു സ്മോൾ നോട്ടീസ് കാണുന്നു. ആ സ്മോൾ നോട്ടീസിലൊരു പോസ്റ്റർ പോലെ എഴുതിയേക്കാണ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം. കാരണം ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ അത് ഹറിബറി കാരണം അത് പാഴ്സലൊക്കെ ചീത്താവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളിന് നമ്മുടെ പോസ്റ്റ് കാർഡ്, ക്രിസ്മസ് കാർഡ് എത്തില്ല. അതുകൊണ്ട് നേരത്തെ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് ആ പോസ്റ്റ് ഓഫീസിനകത്തൊരു കുഞ്ഞു നോട്ടീസ്, ഒരു പോസ്റ്റർ അവിടെ ഒട്ടിച്ചേക്കുന്നു. അപ്പോൾ അത് കണ്ട ഈ ഫോറിനർ ഹാപ്പി ആകുന്നുണ്ട്. അയാളൊരു പാർസൽ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് അല്ലേ തൻ്റെ ഫ്രണ്ടിന് ഡെലിവറി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ കൊടുത്തിട്ട് പോകുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു ഡ്രാമ. കുറച്ച് കഴിയുമ്പോഴേക്ക് ആ പാഴ്സലിനകത്ത് ടിക് ടിക് സൗണ്ട് കേൾക്കുന്നു. അവിടെ ഒരു കുട്ടി വരുന്നുണ്ട്. പിന്നെ വേറൊരു അവിടെ വരുന്ന ആൾ പറയുകയാണ്, പിന്നെ വേറൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലേ, വേറൊരു ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് പറയുന്നുണ്ട്, വേറൊരു പോസ്റ്റ് ഓഫീസിൽ ഒരു പാഴ്സൽ, അതൊരു ബോംബ് പിടിക്കാനിടയായി. അപ്പോൾ ഇവിടെ ഒരു ടിക് ടിക് സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, സംടൈംസ് ഇറ്റ് മേ ബി എ ബോംബ് അല്ലേ, അതൊരു ടൈം ബോംബ് ആകാൻ സാധ്യതയുണ്ടെന്ന് അവർ സസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ അവർ പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. പോലീസ് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോംബിനെ നമ്മൾ നശിപ്പിക്കുന്നതിന്, ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് അതിനെ ഇമേഴ്സ് ചെയ്യുന്നു, ബക്കറ്റിൽ അതിനെ മുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഫോറിനർ ഏതോ ഒരു കാര്യം അവിടെ മറന്നു വെച്ചിട്ട് തിരിച്ചു വരുന്നു. പോസ്റ്റ് ഓഫീസിൽ വരുമ്പോഴേക്കും ഇവിടെ താൻ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ കൊടുത്ത ആ പാർസൽ ഇപ്പോൾ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നശിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. പിന്നെ ആ പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റൻ്റ് പറയുകയാണ്, ഞാൻ ഇതിനേക്കാളും തൊട്ടടുത്തുള്ള ആ ഒരു ഡിസ്പെൻസറി, അനിമൽ ഡിസ്പെൻസറിയിൽ പോകുന്നതാണ് നല്ലത്. കാരണം മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാളും കുറച്ചും കൂടെ വിവരമുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് അങ്ങോട്ട് പോകുന്നു. അതാണ്. അപ്പോഴേക്കും ഡ്രാമ തീരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ലാസ്റ്റ് യൂണിറ്റ്സിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ സാധാരണ വരാറുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ അധികം സ്പെസിഫൈ ചെയ്യാത്തത്. ലാസ്റ്റ് ലെസൺസ് എല്ലാം ഞാൻ സമ്മറിയൊക്കെ പറഞ്ഞ് അതിൽ വേണ്ട ഹ്യൂമർ ഒക്കെ ആണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ഓഗ്ഡൻ നാഷിൻ്റെ ഒരു പോം. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ഒരല്പം വേദനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ദ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ വൈൽ സിറ്റിംഗ് ഇൻ എ ഡെൻറ്റിസ്റ്റ് ചെയർ
ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി. ഇപ്പം നമ്മൾ പല്ലൊക്കെ കുറച്ച് റൂട്ട് കനാൽ ചെയ്യാൻ പോയിട്ടുള്ളവർക്കറിയാം, അവർ നമ്മളെ ഇരുത്തി വേദനിപ്പിക്കും അല്ലേ, വേദന വരും. ഇപ്പോൾ അത്ര വേദനയില്ല, എല്ലാം നമുക്ക് ഇഞ്ചക്ഷനൊക്കെ തന്ന് നമ്മൾ മയക്കുമ്പോഴേക്ക് അത്ര വേദന വരില്ല. എനിവേ ഇവിടെ വേദന വരും. പക്ഷേ ഈ പോയിറ്റ് പറയുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, കുറച്ച് വേദനിക്കാൻ പറയണം. ആക്ച്വലി അവിടെ നല്ല വേദന വരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഐറോണിക്കലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതിലെ ഹ്യൂമർ സെൻസിനെ കുറിച്ചൊക്കെ ചോദിക്കാം, അത് ഞാൻ സെപ്പറേറ്റ് ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ 4 ലൈൻസും ചോദിക്കാം അല്ലേ. ഇവിടെ കുറേ കമ്പാരിസൺ പറയുന്നുണ്ട്. പേജ് നമ്പർ 147 ഇവിടെയാണ്. ദാറ്റ് ഈസ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീയിങ് വർക്ക്ഡ് ഓൺ. ഹിയർ ദ പോയിറ്റ് കമ്പയർസ് ദ മൗത്ത് വിത്ത് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീയിങ് വർക്ക്ഡ് ഓൺ. റിപ്പയറിങ് നടക്കുന്ന ഒരു റോഡിൻ്റെ ഒരു സെക്ഷനുമായിട്ട് ഈ പോയിറ്റ് ആ മൗത്തിനെ കമ്പയർ ചെയ്യാണ്. കാരണം ഒരു റോഡിൽ പണി നടക്കുമ്പോൾ അവിടെ കുറേ പണി സാധനങ്ങൾ ഒക്കെ കാണുമല്ലോ, അതുപോലെയാണ് ഈ വായുടെ അകത്ത് നമ്മുടെ മൗത്തിൽ ഒരു പല്ലിൽ റിപ്പയറിങ് നടക്കുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലട്ടേർഡ് അപ്പ് വിത്ത് സ്റ്റോൺ ക്രഷേഴ്സ്, കോൺക്രീറ്റ് മിക്സ്ചേഴ്സ്, ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്. ദർ ഈസ് നോട്ട് എ നെർവ് ഇൻ യുവർ ഹെഡ് ദാറ്റ് യു ആർ നോട്ട് ബീയിങ് ഇർക്ഡ് ഓൺ. ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു നെർവും പിന്നെ ബാക്കി കാണില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സാജറേഷൻ ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് പറയാണ്. നമ്മുടെ പല്ലൊരു റിപ്പയറിങ് നടക്കുന്നത് ദാറ്റ് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ്, ഒരു റോഡിന് പണി നടക്കുന്നത് പോലെ ആണ് എന്ന് കമ്പയർ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അതിശയത്തോട് പറയുന്നുണ്ട്, അതിശയിപ്പിക്കുന്നത്, ദാറ്റ് ഈസ് എക്സാജറേഷൻ. ഇപ്പോൾ ഇവിടെ എക്സാജറേഷൻ പറയാം. പിന്നെ ഇവിടെ ഏഴ്സ നെക്സ്റ്റ് പേജ് നമ്പർ 148 പറയുന്നുണ്ട് കണ്ടോ. ഈ ഡെൻറ്റിസ്റ്റിനെ ദ പോയിറ്റ് കമ്പയർസ് ദ ഡെൻറ്റിസ്റ്റ് വിത്ത് ഏഴ്സ. ഏഴ്സ ഈസ് എ ലാറ്റിൻ വേർഡ് ഫോർ ബെയർ. ബെയർ മീൻസ് കരടി. ഈ ഡെൻറ്റിസ്റ്റിനെ ഒരു കരടിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. കാരണം ഒരു ഫെമിനിൻ ബെയർ ഫീമെയിൽ ബെയറുമായിട്ട് കമ്പയർ ചെയ്യാണ് ഏഴ്സ. ഏഴ്സ ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ ബെയർ അല്ലേ. ഒരു ബെയർ കരടി ഒരു ഇരയെ കിട്ടുമ്പോൾ അതിനെ കടിച്ചു കീറി എടുക്കുന്നത് പോലെയാണ് ഒരു ഡെൻറ്റിസ്റ്റിന് ഒരു പേഷ്യൻറ്റിനെ കിട്ടുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റ് പിന്നെയും പറയുകയാണ് പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൺ യൂസ് ചെയ്യുന്നുണ്ട്. പൺ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ ഹ്യൂമറസ് യൂസ് ഓഫ് എ വേർഡ് ദറ്റ് ഗീവ്സ് 2 or more മീനിങ്. 2-3 അല്ലേ, 1-ൽ കൂടുതൽ മീനിങ് വരുന്ന വേർഡ്സ് നമുക്ക് പൺ എന്ന് പറയാം. PUN ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ നമ്മുടെ പല്ലടയ്ക്കുന്നതിനെ ഹോസസ് ഹൂഫ്, കുതിരയുടെ കാലിനടിയിൽ അതിൻ്റെ കാല് ചീത്താവാതിരിക്കുന്നുണ്ട് ലാടം എന്ന് പറയും അല്ലേ. അതിൻ്റെ ടിപ്പ് ഓഫ് ദ ടോയിൽ ഒരു കട്ടിയുള്ളൊരു സാധനം, ഒരു മെറ്റൽ വെച്ച് അടിക്കാറുണ്ട്, അതിനെയാണ് ഹൂഫ് എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ പല്ലിൽ അമാൽഗം യൂസ് ചെയ്ത് പല്ലടയ്ക്കുന്ന കാര്യത്തെ പറ്റി അവിടെ എക്സാജറേഷനാണ് കേട്ടോ, ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്, നമ്മുടെ പല്ലൊക്കെ അടയ്ക്കുന്നതിന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് വരുന്നതുകൊണ്ട് സിമിലിയാണ് ഇതിലെ എന്താ ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, ഡെമോളിഷ്ഡ്, പോളിഷ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അത് പൺ, PUN എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെമോളിഷ്ഡ്, പോളിഷ്ഡ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വേറൊരു വേർഡായിട്ട് കേൾക്കുന്നത് പോലെ തോന്നും. ദാറ്റ് ഈസ് പൺ. ദ ലാസ്റ്റ് ലെസൺ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് അല്ലേ. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കുറ്റവും പണിഷ്മെൻറ്റും. അപ്പോൾ ഇവിടെ ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റോറി. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ടീച്ചർ ആൻഡ് എ സ്മോൾ ബോയ്. ഒരു നഴ്സറി ബോയും അതിൻ്റെ ട്യൂഷൻ മാസ്റ്ററും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ്. ഹു ഹാസ് ഡൺ ദ ക്രൈം? ഇവിടെ തെറ്റ് ചെയ്തതാരാ? ഹു ഹാസ് ഡൺ ദ ക്രൈം? ദ ടീച്ചർ ഹാസ് ഡൺ ദ ക്രൈം. വാട്ട് ഈസ് ദ ക്രൈം? ദ ടീച്ചർ ഹാസ് സ്ലാപ്ഡ് ഓൺ ദ ചീക്ക് ഓഫ് ദ ബോയ്. ഈ കുട്ടിയുടെ ചെകിട്ടത്ത് ഈ സർ ഒരു അടി കൊടുത്തു. എന്തിനാ? പല പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താ വാട്ട് ഈസ് ദ, ഏതൊക്കെ തമ്മിലാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ. വാട്ട് ഈസ് 16 and 3 multiplied എന്ന് സർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടി അതിന് നേരെ തിരിച്ച് മറുപടി ചുമ്മാ സാറിനെ കളിയാക്കാൻ വേണ്ടി ആൻസർ പറയുന്നുണ്ട്. ദേഷ്യം വന്ന് സാർ കുട്ടി അടിക്കുന്നുണ്ട്. സോ ദ ക്രൈം ഈസ് ഡൺ ബൈ ദ ടീച്ചർ. പക്ഷേ ഈ കുട്ടിക്ക് അടി കിട്ടിയ കുട്ടി ഒരു വലിയ വീട്ടിലൊരു കുഞ്ഞാണ്. അപ്പോൾ അവനെ അടി കൊടുക്കാതെ തൊടാതെ വെച്ചേക്കുന്ന കുട്ടി
അപ്പോൾ കുട്ടി നിലവിളിക്കുന്നു, വീട്ടിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. വീടും ഈ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു സെപ്പറേറ്റ് നഴ്സറിയാണ്. അപ്പോൾ പാവപ്പെട്ട ഈ സാറ് അവരുടെ ട്യൂഷൻ എടുത്ത് കാശ് കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ കുട്ടി കരഞ്ഞാൽ തൻ്റെ ജോലി പോകുമെന്ന് പേടിച്ച് ഈ കുട്ടി പറയുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സാറ് ചെയ്തു കൊടുക്കുകയാണ് അല്ലേ. ദെൻ the teacher has to dance to the tune of the student. കുട്ടി പറയുന്നതനുസരിച്ച് അവൻ്റെ താളത്തിനൊത്ത് ഈ സാറ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം സാറ് തെറ്റ് ചെയ്യുന്നു, അതിന് ഈ കുട്ടി പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. സാറിന് പണിഷ്മെൻറ്റ്, കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം സാറ് ചെയ്യേണ്ടി വരുന്നു. ദാറ്റ് ഈസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ അതിന് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ ഫിസിക്കൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറൽ പണിഷ്മെൻറ്റ്, ഡു യു എഗ്രി, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ചോദിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഫിസിക്കൽ പണിഷ്മെൻറ്റ് വേണോ വേണ്ടയോ? അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് മീൻസ് സ്പോയിൽ ദ ചൈൽഡ്. സ്പോയിൽ ദ ചൈൽഡ് മീൻസ് കുട്ടിയെ നശിപ്പിക്കുക. സ്പെയർ ദ റോഡ്, വടി മാറ്റി വയ്ക്കുക, കുട്ടിയെ നശിപ്പിക്കുക. അപ്പോൾ വടി കൊടുത്ത് കുട്ടിയെ പഠിപ്പിക്കുന്നതാണോ നല്ലത്, അല്ല വടിയില്ലാതെ പഠിപ്പിക്കുന്നതാണോ നല്ലത്? അതിനെക്കുറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തോ, അതിനെ എഗ്രി ചെയ്തോ ഡിസഗ്രി ചെയ്തോ എഴുതാനൊക്കെ റൈറ്റപ്പോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞു. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് പോയം അപ്രീസിയേഷൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതും, ബ്രീഫ് സമ്മറി, പോയറ്റിക് ഡിവൈസസ് ഒക്കെ എഴുതുക, കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ പോയം അപ്രീസിയേഷൻ ചോദിച്ചാൽ 8 മാർക്സിന് ചോദിക്കുമ്പോൾ ഏത് പോയം അപ്രീസിയേഷനും എഴുതാവുന്ന തരത്തിലുള്ള ആ ഒരു കോമൺ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഏകദേശമൊക്കെ ആയി. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചില്ല എന്ന് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഫുൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ഫുൾ ഞാനൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്തല്ലോ. ഇത്രയും കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം മതി, ഇനി പേടിക്കണ്ട. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആ നോട്ട്സൊക്കെ ഒന്ന് പഠിക്കുക. രാത്രി സുഖമായിട്ട് ഉറങ്ങുക കേട്ടോ. രാത്രി സുഖമായിട്ട് ഉറങ്ങുക, രാവിലെ കൂളായിട്ട് പോയി എക്സാം എഴുതുക. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നവരും പഠിച്ചില്ല എന്ന് തോന്നും, പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടും. നാളെ ഇതുപോലെ നമുക്ക് 3 o'clock വീണ്ടും കാണാം. ആ സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറക്റ്റ് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഞാൻ വരും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നല്ലവണ്ണം എഴുതാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ എക്സാം ഹാളിലേക്ക് ചൊല്ലുക. ഈസി ആയിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെ ചിലപ്പോൾ തോന്നാം, പേടിച്ചു പോകരുത്. ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടും. ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഒന്നും അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി തകർക്കുക കേട്ടോ. പഠിച്ച കാര്യങ്ങൾ എഴുതി തകർക്കുക. ആദ്യം നല്ലവണ്ണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക കേട്ടോ. പിന്നെ 6 മാർക്സിൻ്റെയും 8 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എത്രയാണോ എഴുതാൻ ചോദിച്ചേക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 മാർക്സിന് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അത് മാത്രം എഴുതുക. ബാക്കി 1 മാർക്ക് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 എഴുതാൻ പറഞ്ഞാലും 1 or 2 കൂടെ എഴുതാം. അതങ്ങനെ എഴുതി പോകുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ എഴുതി തീർക്കാം. അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വീണ്ടും കറക്റ്റ് നമ്പറിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 6 മാർക്സിൻ്റെയും 8 മാർക്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എത്രയാണോ അത്രയും മാത്രം നല്ലവണ്ണം എഴുതുക. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ മിനിമം 2 പേജ് എഴുതുക. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, പിന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഓർഡർ തന്നെ വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ എങ്ങനെ എഴുതിയാലും ടീച്ചേഴ്സ് പേപ്പർ ആൻസേഴ്സ് വാല്യൂ ചെയ്യും, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പോൾ നല്ല ലാംഗ്വേജിൽ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക, നല്ല കൊട്ടേഷൻസ് യൂസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് എഴുതുക. ഗോഡ് ബ്ലെസ് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.